Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 14th October 2022. നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖം അല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്നിവിടെ നല്ല മഴയാണ് കേട്ടോ. രാവിലെ ശരിക്കും എനിക്ക് മടിയായിരുന്നു എണീക്കാനൊക്കെ. പക്ഷെ ഞാൻ ഓർത്തു പറ്റില്ല, എഡിറ്റോറിയൽ അല്ലെ, ദ ഷോ മസ്റ്റ് ഗോ ഓൺ, എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തേ പറ്റൂ. അങ്ങനെ നമ്മൾ രാവിലെ നമ്മുടെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇന്ന് എഡിറ്റോറിയൽ വന്നിരിക്കുന്ന വാർത്ത എന്താണ് അല്ലെ? ജനറൽ അവയർനെസ് വേണ്ട, നമുക്ക് എന്താ സംഭവം നടക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അതുപോലെ വൊക്കാബുലറി പഠിച്ചു പോകാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. താമസിപ്പിക്കുന്നില്ല. ദോസ് ഹു കനോട്ട് ചേഞ്ച് ദ മൈൻഡ്സ് കനോട്ട് ചേഞ്ച് എനിത്തിങ്. അല്ലേ, നമുക്കിപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത, നമുക്കൊരു പ്രത്യേക ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. അത് മാറ്റാൻ ഞാൻ തയ്യാറല്ലെങ്കിൽ, ഇഫ് യു ആർ നോട്ട് റെഡി ടു ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്, യു കനോട്ട് ചേഞ്ച് എനിത്തിങ്. ഒരു മാറ്റവും നമ്മളിൽ വരാൻ നമ്മൾ സമ്മതിക്കില്ല. കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരു പ്രത്യേക ഒരു കാര്യമായിട്ട് മനസ്സിലിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുവാണെങ്കിൽ അതിന് മാറ്റം വരാൻ നമ്മൾ റെഡി അല്ലെങ്കിൽ പിന്നെ ഒരു മാറ്റവും ഒരു കാര്യത്തിലും, നമ്മുടെ ലൈഫിൽ ഒരു കാര്യത്തിലും നമ്മൾ മാറ്റില്ല. അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണോ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ഏറ്റെടുക്കാനുള്ള ഒരു വിൽ പവർ നമ്മൾ കാണിക്കുന്നുണ്ടോ, അതൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ റിമെമ്പർ, ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ. മാറ്റങ്ങൾ വരാതിരുന്ന ഒരു കാര്യവും ഇല്ല ലൈഫിൽ അല്ലേ? എപ്പോഴും ഒരേപോലെ ഇരുന്നാൽ ഭയങ്കര ബോറടി ആയിരിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട്. അത് ഓർത്ത് വെക്കുക. ഇന്നത്തെ ചിന്ത അതായിരിക്കട്ടെ. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനൽ, നമുക്കൊരു ആപ്പ് ഉണ്ട്. പ്ലേ സ്റ്റോറിൽ പോവുക, Adda247 എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, സൈൻ ഇൻ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ക്വിസസ് കിട്ടും. അതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ബുള്ളറ്റിൻ പോയിന്റ്സ് കിട്ടും. ക്വിസസിൽ നിങ്ങൾക്ക് നിങ്ങളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമാണ്. സബ്ജക്ട് വൈസ് ആയാലും എക്സാം വൈസ് ആയാലും പഠിക്കണം. കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസിനോട് ഫെമിലിയാരിറ്റി കൂട്ടി വരിക. കാര്യം അങ്ങനെ വന്നാലേ എക്സാമിന് പോകുമ്പോൾ നമുക്ക് ഇതിലും വലിയ കടമ്പകൾ ചാടിക്കടന്നവനാണ് KK ജോസഫ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? ആ ഒരു മെൻറ്റാലിറ്റിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന Adda247 മലയാളം ചാനൽ, ഈ ചാനലിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലും കിട്ടും കേട്ടോ. അതിപ്പോൾ UPSC പ്രിപ്പയർ ചെയ്യുന്നവർക്കും, KS, അതുപോലെ തന്നെ SSC ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ദേവസ്വം ബോർഡിൻ്റെ ക്ലാസ്സുകൾ, സുപ്രീം കോർട്ടിൻ്റെ ക്ലാസ്സുകൾ, ഹൈക്കോർട്ടിൻ്റെ ക്ലാസ്സുകൾ, കേരള PSCയുടെ വിവിധ ക്ലാസ്സുകൾ എല്ലാം ഇവിടെ കിട്ടും. PYQ സെഷൻസ്, മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ വൊക്കാബുലറി ക്ലാസ്, മറ്റ് സബ്ജക്ട് വൈസ് ക്ലാസ് കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ സ്ട്രാറ്റജി വീഡിയോസ്, ഫോം ഫില്ലിംഗ്, ഒരു ആപ്ലിക്കേഷനും നോട്ടിഫിക്കേഷനും ഒന്നും നമ്മൾ മിസ് ഔട്ട് ആക്കാൻ നിങ്ങൾക്ക് തരാറുണ്ട്. സോ റിമെമ്പർ ടു ലൈക്ക് എ വീഡിയോസ്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്ന് 14-ാം തീയതി അല്ലേ? എല്ലാ ദിവസവും ഉള്ള സെഷനാണ് കേട്ടോ ഇത്. മൺഡേ ടു സാറ്റർഡേ 8:30 AM എന്നൊരു ടൈം ഉണ്ടെങ്കിൽ നമ്മൾ വരും. എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. ഈ സെഷന് പ്രത്യേകത, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഹിന്ദു എഡിറ്റോറിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂലും അല്ലെങ്കിലും നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനും നല്ല ഇമ്പോർട്ടൻ്റാണ്. ഇവിടെയുള്ള ജനറൽ അവയർനെസ് ആണ് നമ്മൾ ആദ്യമേ ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് ഇന്ന് നടക്കണം, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓതറിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിലൂടെ നമ്മൾ ഒരുപാട് വൊക്കാബുലറി പഠിക്കും. ഫോർമൽ ആയിട്ടുള്ള, ഇൻഫോർമൽ ആയിട്ടുള്ള വൊക്കാബുലറി പഠിക്കും. അതിപ്പോൾ ഫ്രേസൽ വേർബ്സ് ആയാലും, വൺ വേർഡ്സ് ആയാലും, ഇഡിയംസ് ആയാലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. കൂടാതെ നമ്മുടെ വൊക്കാബുലറി കൂടുന്നതനുസരിച്ച് നമ്മുടെ റൈറ്റിംഗ് എബിലിറ്റി കൂടും. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫോർമൽ റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് റീബിൽഡ് ചെയ്തെടുക്കാം. വൊക്കാബുലറി കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സ്പീക്കിംഗ് എബിലിറ്റിയും കൂടും. അതുപോലെ തന്നെ നമുക്ക് ഒബ്വിയസ്ലി എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് വേർഡ്സ് പഠിക്കാം. ആൻഡ് റീഡിംഗ് എബിലിറ്റി, നിങ്ങളുടെ റീഡിംഗ് സ്കിൽസ് ആൻഡ് കോംപ്രിഹെൻഷൻ സ്കിൽസ് കൂട്ടാൻ ഈ ഒരു സെഷൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അത് ഇപ്പോൾ സെൽഫ് പ്രിപ്പറേഷൻ ആണെങ്കിലും കോമ്പറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UPSC ആയിക്കോട്ടെ, KS ആയിക്കോട്ടെ, കേരള PSC, SSC, ബാങ്കിങ്, ഇൻഷുറൻസ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ, കോർട്ട് എക്സാംസ് ആയിക്കോട്ടെ, കേരള PSC എക്സാംസ് ആയിക്കോട്ടെ, എല്ലാം ഇവിടെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരാനുള്ളൊരു സെഷനാണിത്. അപ്പോൾ ഓൾ ഇൻ വൺ ആണ്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം. 2 ആർട്ടിക്കിൾ ഇന്ന് വന്നിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ 36th നാഷണൽ ഗെയിംസ് കണ്ടക്ട് ചെയ്യുന്ന നമ്മുടെ ഗുജറാത്തിനെ പറ്റി. എത്ര പെട്ടെന്നല്ലേ അവർ റെഡി ആയത് ഇതിന് വേണ്ടിയിട്ട്, എത്ര പെട്ടെന്നാണ് ഗുജറാത്ത് വാസ് റെഡി ഫോർ ദിസ്. അത് വളരെ, കാരണം സെൻറ്ററിൻ്റെ അത്ര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഇനി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഗോവയാണ്. ഇത്രയും സ്മോളർ സ്റ്റേറ്റിൽ എങ്ങനെയായിരിക്കാം ഗോവ ഇത് കണ്ടക്ട് ചെയ്യുക? അപ്പോൾ ഇത്രയും പ്രതാപത്തോടെ ഗുജറാത്ത് 36th നാഷണൽ ഗെയിംസ് കണ്ടക്ട് ചെയ്തപ്പോൾ ഇനി വരാൻ പോകുന്ന അടുത്ത ബാറ്റൺ കൈമാറിയത് ഗോവയ്ക്കായതുകൊണ്ട് ഇനി ഗോവ എങ്ങനെയായിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നൊരു ചോദ്യചിഹ്നവും കൂടി ആയിട്ടാണ് ഇത്തവണത്തെ നാഷണൽ ഗെയിംസ് എൻഡ് ചെയ്യുക അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളുണ്ട്. സോ സിമ്പിൾ റീഡ്, വൊക്കാബിന്ന് വളരെ കുറവാണ്. അതൊന്ന് വായിച്ചുവിടാം. നല്ല സെൽഫ് റീഡിംഗ് ആണ്, പറ്റും. ഓക്കെ. പക്ഷേ കുറച്ച് കോൺട്രവേഴ്ഷ്യലാണ്. ശരിക്കും പറഞ്ഞാൽ തൊട്ടാൽ പൊള്ളുന്നൊരു ഇഷ്യൂ ആണ്. ഓൺ സെക്യുലറിസം, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, മൈനോറിറ്റി ആൻഡ് സെക്യുലറിസത്തിൻ്റെ റൈറ്റ്സിനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളാണ്. ഓർമ്മയുണ്ട് നമ്മുടെ കർണാടക ഹൈക്കോടതിയിൽ വന്ന ഹിജാബ് ഇഷ്യൂ. ആ ഹിജാബ് ഇഷ്യൂ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
ഓതറിൻ്റെ പെർസ്പെക്റ്റീവിൽ എന്താണ് ഹിജാബ് ഇഷ്യൂവിനെ പറ്റി ഓതർ തോന്നുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് നമ്മുടെ തോട്ട്സ് റിഫ്ലക്ട് ചെയ്യാം ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ദാറ്റ് ഇസ് ഹിജാബ് ഇഷ്യൂവിൽ കർണാടകയിലെ ഹിജാബ് ഇഷ്യൂവിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ് പീപ്പിൾ. അവിടെയൊക്കെ മഴയാണോ? ഗുഡ് മോർണിംഗ്. യെസ്, അപ്പോൾ ഉഷാറാണ് എല്ലാവരും, അതെനിക്ക് അറിഞ്ഞാൽ മതി. എല്ലാവരും ഉഷാറാണെന്ന് അറിയുമ്പോൾ തന്നെ ഒരു സന്തോഷം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്ക് ഇട്ട് തുടങ്ങിയ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ലൈക്സ് അല്ലേ. നമ്മുടെ ലൈക്സ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. അപ്പോൾ ദാറ്റ് ഇസ് ഹൗ യു ഷോ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, പരമാവധി നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേ, പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, ഷെയർ ചെയ്ത് കൊടുക്കുക. ലെറ്റ് ദം ഓൾസോ കം വിത്ത് us അല്ലേ. നമ്മുടെ എഡിറ്റോറിയൽ കമ്മിറ്റി വളർന്ന് പടർന്ന് പന്തലിക്കട്ടെ. സെന്റൻസ് മേക്ക് ചെയ്യാനുള്ള മടി ആണ്, പേടി കാരണമാണ് ഇത്രയും നാൾ എഡിറ്റോറിയൽ അറ്റൻഡ് ചെയ്യാതിരുന്നത്. എന്നാൽ ഇപ്പോൾ സെന്റൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയും കൂടി അറ്റൻഡ് ചെയ്യുന്നേ ആണോ ഐശ്വര്യ? ഐ എം സോ ഗ്ലാഡ് ടു ഹിയർ ദാറ്റ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, വേറെ എന്നാ എനിക്ക് വേണം. ഇന്ന് ഞാൻ സന്തോഷമായിട്ട് ഉറങ്ങും. ഇന്നലെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇന്നലെ ഞാൻ നിങ്ങളോട് അഭിമാനത്തോട് പറയാം, ഇന്നലെ ഞാൻ എല്ലാവരുടെയും ടെലഗ്രാമിലെ എല്ലാവരുടെയും മെസ്സേജസിന് റിപ്ലൈ കൊടുത്തു. രാത്രി 12 മണി കഴിഞ്ഞിട്ടും ഞാൻ റിപ്ലൈ കൊടുത്തു, പക്ക കംപ്ലീറ്റ് ചെയ്തു. അപ്പം എല്ലാവർക്കും റിപ്ലൈ കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. കാരണം ഇന്നലെ ആണ് ഞാൻ ഒന്ന് ഫ്രീ ആയത്. അപ്പം സമാധാനത്തോടെ കിടന്നുറങ്ങി. കാര്യം എല്ലാവർക്കും ഒന്ന് റിപ്ലൈ കൊടുത്തല്ലോ എന്നൊരു സംതൃപ്തിയോടെ സാറ്റിസ്ഫാക്ഷനോടെയാണ് ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയത്. അപ്പോൾ എനിവേസ് ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസ് എക്സെട്ര. നോക്കാം. കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച് വൺ വേർഡ് ആൻഡ് ഇഡിയംസ് ഒക്കെ ഉള്ളൂ. നോക്കിയേ, ആദ്യത്തെ വൺ വേർഡ് സ്പ്ലേർജ്. സ്പ്ലേർജ് എന്ന വൺ വേർഡ് ആണ്. സ്പ്ലേർജ് എന്ന വൺ വേർഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വേർബ് ആൻഡ് എ നൗൺ. നൗണായിട്ടും വേർബായിട്ടും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് നമ്മുടെ സ്പ്ലേർജ് എന്ന് പറയുന്ന വേർഡ്. അതിന്റെ മീനിങ് എന്താ? സ്പെൻഡ് മണി ഫ്രീലി ഓർ എക്സ്ട്രാവാഗന്റ്ലി. പൈസ എനിക്കൊരു പ്രശ്നമല്ല അല്ലേ, പണം പോയി പവർ വരട്ടെ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അല്ലേ. അതായത് നമ്മൾ പൈസ വളരെ ഫ്രീ ആയിട്ട് ഒരു മടി കൂടാതെ വളരെ ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിനെ നമുക്ക് പറയാം സ്പ്ലേർജ് എന്ന് പറയാം. നൗൺ ആയിട്ടും verb ആയിട്ടും പറയാം. The splurge, look at the splurge that he made during the wedding. നോക്കിക്കേ, കല്യാണത്തിന് പൈസ എറിഞ്ഞു കണ്ടില്ലേ, അത് നൗൺ ആയിട്ട്. He splurging during his wedding എന്ന് പറഞ്ഞാൽ പൈസ എറിയണവൻ എന്ന രീതിയിലും പറയാം. ദാറ്റ് മീൻസ് നൗൺ ആയിട്ടും verb ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണെന്നുള്ള ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത് നോക്കുക, ഇഡിയമാണ് ഇൻ ടാൻഡം. ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കാണ്. മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർത്തുള്ള ഇൻ ടാൻഡം. സ്പെല്ലിംഗ് വരെ ചോദിക്കാറുണ്ട് കേട്ടോ. ടാൻഡം TANDEM ആണ് ടാൻഡം. TAMO TEMO ഒന്നുമല്ല, DAMO ഒന്നുമല്ല. ഇൻ ടാൻഡം, ഡെം ആണ് ഓർത്തോണം. ഇൻ ടാൻഡം. സോ ഇൻ ടാൻഡം എന്ന് പറഞ്ഞാൽ അലോങ് സൈഡ് ഈച്ച് അതർ, കൂടെയുണ്ട്, കട്ടയ്ക്ക് കൂടെയുണ്ട്. അലോങ് സൈഡ് ഈച്ച് അതർ, ഒന്നിന്റെ കൂടെ, അലോങ് സൈഡ് ഈച്ച് അതർ, രണ്ട് കാര്യങ്ങൾ പരസ്പരമായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇൻ ടാൻഡം. അത് നമുക്ക് പറയാം ഇൻ ടാൻഡം എന്ന് പറയാം. ഓക്കെ, അടുത്ത പുൾ ഔട്ട്. പുൾ ഔട്ട് മീൻസ് ഐ പുൾഡ് ഔട്ട് ഫ്രം ദി കാൻഡിഡേച്ചർ. കാൻഡിഡേറ്റ് ആയിട്ട് ഞാൻ നിന്നിരുന്നു, ഇപ്പം ഞാൻ എന്ത് ചെയ്തു? ഐ വിഡ്രോ ഫ്രം ദ കാൻഡിഡേച്ചർ. അതല്ല അത് ഉദ്ദേശിക്കുന്നത്. സോ പുൾ ഔട്ട് ചെയ്യുന്ന പറഞ്ഞാൽ വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ റിസൈൻ ചെയ്യുക അല്ലെ. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പുൾ ഔട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ വലിയ, മനസ്സിലായോ? അവൻ വലിഞ്ഞു അവസാന നിമിഷമായപ്പോഴേക്കും അവൻ വലിഞ്ഞു അല്ലേ. എന്തായി നിങ്ങൾ ടൂർ പോകുന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഇത്തവണ ദിവാലിക്ക് ടൂർ പോകുന്നുണ്ടോ? ഒന്നും പറയണ്ടടാ. ഹി പുൾഡ് ഔട്ട് അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ്. എന്ത്? ഓഹോ, അവൻ വിഡ്രോ ചെയ്തു. കാര്യം മനസ്സിലായി കാണുമല്ലോ. ദാറ്റ് ഈസ് പുൾ ഔട്ട്. നമ്മൾ വിഡ്രോ ചെയ്യാന്നുള്ള പറയാം. ഓക്കെ, യെസ്. അടുത്തത് ഹോഗ് ദ ലൈം ലൈറ്റ്. ഹോഗ് ദ ലൈം ലൈറ്റിന് മറ്റൊരു വേർഡ് ഉണ്ട്. ഹോഗ് ദ ലൈം ലൈറ്റ് നമുക്ക് പറയാം സ്റ്റീൽ ദ ലൈം ലൈറ്റ്. രണ്ടും പറയാം കേട്ടോ, രണ്ട് രീതിയിലും പറയൂ കേട്ടോ. ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ഇന്ന് നമുക്ക് രണ്ട് ഇഡിയം ഉണ്ട്, ഒരു വൺ വേർഡ് ഉണ്ട്. അതുപോലെ തന്നെ പിടിച്ചോ. അപ്പോൾ എന്താണ് സ്റ്റീൽ ദ ലൈം ലൈറ്റ് അല്ലെങ്കിൽ ഹോഗ് ദ ലൈം ലൈറ്റ്. ഹോഗ് ദ ലൈം ലൈറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ ദ ലൈം ലൈറ്റ് എന്ന് പറഞ്ഞാൽ ട്രൈ ടു അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു ഗാർണർ പബ്ലിക് അറ്റൻഷൻ. മറ്റുള്ള പബ്ലിക് അറ്റൻഷൻ ഗ്രാബ് ചെയ്യാം അല്ലെ. ലൈം ലൈറ്റിൽ നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, സ്പോട്ട് ലൈറ്റ് വരാൻ ആഗ്രഹമുള്ള, ലൈം ലൈറ്റ് വരാൻ ആഗ്രഹമുള്ള ആൾക്കാരില്ലേ, നമ്മുടെ പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, സെലിബ്രിറ്റീസ് ഒക്കെ അങ്ങനെയല്ലേ, എപ്പോഴും ലൈം ലൈറ്റ് കാണും. അവർക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ പോലും അല്ലേ. ഞാൻ എന്താണ് ആക്സിഡന്റലി സെലിബ്രിറ്റി ആയി പോയാലും പിന്നെ എനിക്ക് ലൈം ലൈറ്റിൽ നിന്ന് മാറാൻ പറ്റില്ല. ലൈം ലൈറ്റിൽ നിന്ന് മാറിയ പിന്നെ സെലിബ്രിറ്റി സ്റ്റേറ്റസ് നിങ്ങൾക്ക് പോയി. അതാണ് പ്രശ്നം. അപ്പോൾ ഹോഗ് ദ ലൈം ലൈറ്റ് എന്ന് പറഞ്ഞാൽ ട്രൈ ടു അട്രാക്ട് ഓർ ട്രൈ ടു ഗാർണർ പബ്ലിക് അറ്റൻഷൻ. അപ്പോൾ എല്ലാവരുടെയും അറ്റൻഷൻ നമ്മളായിരിക്കണം സെന്റർ ഓഫ് ദ അറ്റൻഷൻ. ആ ഒരു മോണോപ്ലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ, ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ, അതിന് നമുക്ക് പറയാം ഹോഗ് ദ ലൈം ലൈറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ ദ ലൈം ലൈറ്റ് എന്ന് പറയാം. ഓർത്തോണം കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നോക്കാം. CGL കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് വാട്സപ്പ്. ആഷ്ലിൻ, ഇന്നലെ ആഷ്ലിൻ ചോദിച്ചല്ലേ ഈ സാധനം? ഇല്ല, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഷ്ലിൻ നമുക്ക്
ടെലഗ്രാം ചാനലാണുള്ളൂ. ടെലഗ്രാം ചാനലുണ്ട്, ഡിസ്കഷൻ ഗ്രൂപ്പും ഉണ്ട്. ആക്ച്വലി ടെലഗ്രാം ഒന്ന് ഡൗൺലോഡ് ചെയ്തേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പിനെക്കാളും ടെലഗ്രാമിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ്സ് എ ക്ലൗഡ് സ്റ്റോറേജ് ആപ്പാണ്. അപ്പം എന്ത് നമ്മൾ നോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു PDF ഷെയർ ചെയ്താലും, ഞാനിപ്പോൾ ഒരു കാര്യം ഷെയർ ചെയ്താൽ അത് ക്ലൗഡിൽ കടന്നോളും. അതാണ് അവിടുത്തെ ഒരു ഗുണം. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ടെലഗ്രാം ഡൗൺലോഡ് ചെയ്ത് ടെലഗ്രാമിലൂടെ കയറുക. നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ആക്ച്വലി എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി, റിൻറ്റു സെബാസ്റ്റ്യൻ എന്നുള്ള എന്നെ ചുമ്മാ ടൈപ്പ് ചെയ്ത് നോക്കി കിട്ടും. റിൻറ്റു സെബാസ്റ്റ്യൻ ടൈപ്പ് ചെയ്തിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, അല്ല ആഡ് യു ഇൻ കേട്ടോ. വിൽ സ്പ്ലർജ് ഓൺ അവർ ട്രിപ്പ് ഇൻ യൂറോപ്പ് നെക്സ്റ്റ് ഇയർ. ട്രിപ്പ് ഇൻ യൂറോപ്പ് ആണോ? ട്രിപ്പ് ടു യൂറോപ്പ്, യൂറോപ്പിലോട്ടുള്ള ട്രിപ്പ് എന്നല്ലേ നന്ദന ഉദ്ദേശിച്ചേ? അങ്ങനെയാണെങ്കിൽ ട്രിപ്പ് ടു യൂറോപ്പ് നെക്സ്റ്റ് ഇയർ എന്ന് കൊടുക്കണം കേട്ടോ. ആഫ്റ്റർ ദ ഹൈസ്റ്റ്, thieves splurge the money by going on a shopping spree. That's great. Go on. I'm there in tandem. I am there. ഇന്നലെ നമ്മുടെ IBPS എക്സാമിൻ്റെ ഒരു സെഷൻ ഞാൻ ഇന്നലെ ചെയ്തിരുന്നു. അപ്പം ഞാൻ പറയുകയും കൂടി ചെയ്തു, ദേറിൻ്റെ വ്യത്യാസം. സെയിം സാധനം ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ വന്നിട്ടുള്ള സെൻസ് ഞാൻ പറഞ്ഞായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം ഓർത്താൽ മതി, 2 ദേർ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ദേർ എന്ന് പറയുന്നത് അഡ്വേർബ് ആണ്. ടിർഫാന അഡ്വേർബ് ആണ്. ദേർ, ഹിയർ ആൻഡ് ദേർ പറയില്ല, അവിടെ എന്നുള്ള അർത്ഥമാണ്. സോ ദേർ അവിടെ എന്നുള്ള അർത്ഥം. ഈ അഡ്വേർബും ഇത് നമ്മി മാറിപ്പോരുത്. ഈ ദേർ എന്ന് പറഞ്ഞാൽ പോസസീവ് അഡ്ജക്റ്റീവാണ്. അവരുടെ എന്നുള്ളതാണ് പോസസീവ് അഡ്ജക്റ്റീവ് കേട്ടോ. അപ്പോൾ അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവരുടെ, ദെയർ ഫാമിലി, ദെയർ മനസ്സിലായി, ഇങ്ങനെ പറയില്ല, നമ്മൾ ഉപയോഗം പറയാം. ദെയർ പോളിസി, അവരുടെ പോളിസി, ഈ സാധനം. പക്ഷെ ആ ദെയർ ഇസ് എന്ത് ദേറാണ്? അഡ്വേർബാണ്. ഓട്ടോ കറക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. സോ റിമെമ്പർ ദാറ്റ്. ദെയർ ഇൻ ടാൻഡം അല്ല, ഐ എം ദെയർ, ഞാനുണ്ട് ഇൻ ടാൻഡം, ഞാൻ കൂടെ ഉണ്ട്, കട്ടയ്ക്ക് ഞാനുണ്ട്. നീ ഒന്നല്ലേ ലക്ഷ്മിക്കുട്ടി അമ്മ അങ്ങ് നടന്നോളാം ആ സാധനം അല്ലേ. ഹീ സ്പ്ലർജ് ഫോർ ഹിസ് ഫ്രണ്ട്സ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഡോണ്ട് പുൾ ഔട്ട്, ദർ ഇസ് സംതിങ് കമ്മിങ്. ദാറ്റ്സ് ഗ്രേറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഹവ മോളെ, ഗുഡ് മോർണിംഗ്. ഉഷാറാണോ? ഐ ഹോപ്പ് മൈ പേരൻസ് സ്പ്ലർജ് ഫോർ മൈ വെഡിങ്. ഐശ്വര്യ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ അപ്പനും എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. സെലിബ്രിറ്റീസ് സ്പ്ലർജ് എ ലോട്ട് ഓൺ കാർസ്. യെസ്, സം സെലിബ്രിറ്റീസ്. ചിലരങ്ങനെയല്ല. ഈ മോഹൻലാലിൻ്റെ കാര്യമൊക്കെ പറയും. മോഹൻലാലിൻ്റെ ഒക്കെ ചെരുപ്പ് കളക്ഷൻ, വാച്ച് കളക്ഷൻ പറയും. ഹിസ് ഫുഡ് വെയർ കളക്ഷൻ ആൻഡ് അതുപോലെ തന്നെ വാച്ച് കളക്ഷൻ ഒക്കെ കണ്ടിട്ടില്ലേ. ചിലർക്ക് കാറിനോടാണ് ക്രേസ്. എന്താ ചെയ്യുക അല്ലേ, ഓരോരുത്തർക്ക് ഓരോ വട്ടേ. അങ്ങനെയാണ്. ബോത്ത് റൂളിംഗ് ആൻഡ് ഒപ്പോസിഷൻ ആർ ഇൻ ടാൻഡം വെൻ ഇറ്റ് കംസ് ടു ഇൻക്രീസിംഗ് ദ സാലറീസ് ആൻഡ് പെർക്സ്. ഗ്രേറ്റ്. യാ, ദാറ്റ് ഈസ് ഗ്രേറ്റ്. ഹി ആൻഡ് ഐ ഓൾവേസ് ഇൻ ടാൻഡം. അവിടെ ഒരു പ്രശ്നമുണ്ടേ അനുപമ. ഹി ആൻഡ് ഐ, വെർബ് ഇവിടെ. ഹി ആൻഡ് ഐ ആർ ഓൾവേസ് ഇൻ ടാൻഡം അല്ലേ. അത് വേണ്ടേ, വെർബ് കൊടുക്കുക, ആർ ഓൾവേസ് ഇൻ ടാൻഡം കൊടുക്കുക കേട്ടോ. The kid hogged the limelight at the wedding. That's great. UK pulled out at last moment from signing the charter with EU. That's great. He spurge കൊടുക്കില്ലല്ലോ. സ്പ്ലർജ് അല്ലേടാ MJ? അല്ലേടനോ അല്ലേടിയോ? സ്പ്ലർജ് കേട്ടോ. സ്പ്ലർജ് ആണ്, എല്ല് വിട്ടു പോരുത്. മാത്രമല്ല ഹി എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ. അപ്പൊ സിംഗുലർ വേർബിന്, സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് കൊടുത്തേ. ഹി സ്പ്ലർജസ് crores to buy that old car because it have ആണോ? അല്ല. It has his old memories. It has ഹിസ് ഓൾഡ്. ഹാവ് കൊടുക്കരുത്, രണ്ടിടത്ത് തെറ്റ് വന്നിട്ടുണ്ട്. സിംഗുലർ സബ്ജക്റ്റുകൾക്ക് സിംഗുലർ വേർബ്. ഹാവ് പ്ലൂറലാണ്, ഹാസ് കൊടുക്കുക. അതുപോലെ സ്പ്ലർജ് പ്ലൂറലാണ്, സ്പ്ലർജസ് കൊടുക്കുക. ശ്രദ്ധിക്കണം MJ. അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ് ഹി പുൾഡ് ഔട്ട് ഫ്രം ദ മീറ്റിംഗ്. ദാറ്റ്സ് ഗ്രേറ്റ്. ടാറ്റ ഫാമിലി സ്പ്ലർജ് ഫോർ ഫെസ്റ്റിവൽസ്. ടാറ്റ ഫാമിലി സ്പ്ലർജസ്. ഗീതു സെയിം വേ. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് കൊടുത്തേ. ഹി പുൾ ഔട്ട് ഫ്രം ഹിസ് സ്മോക്കിംഗ് ഹാബിറ്റ്സ്. ഇല്ല, ഹി പുൾഡ് ഔട്ട്. MJ, ഹി പുൾഡ് ഔട്ട്. ഒന്നെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കുക, അല്ലെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വേർബ് കൊടുക്കുക. ഹി പുൾഡ് ഔട്ട് അല്ലെങ്കിൽ ഹി പുൾസ് ഔട്ട് കൊടുക്കുക കേട്ടോ. ഐ സ്പ്ലർജ് ടു ബൈ ചീപ്പ് തിങ്സ്. ഓ, ഐ സ്പെൻഡ് മണി ലാവിഷ്ലി അല്ലേ ടു ബൈ ചീപ്പ് തിങ്സ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഗുഡ് മോർണിംഗ് ആരതി. ട്രോളിംഗ് മേക്സ് ഓർഡിനറി പീപ്പിൾ ടു ഹോഗ് ദ ലൈം ലൈറ്റ്. ഉറപ്പാണ്. ഇപ്പം ട്രോൾ ഒരു പ്രത്യേക ട്രോൾ കൾച്ചർ ഉണ്ട് ഇപ്പം നമുക്ക് അല്ലേ. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേക ഒരു സംഭവമാണ്. ദ ബ്രൈഡ് ഹോഗ് ദ ലൈം ലൈറ്റ് ഇൻ ഹർ വെഡിങ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഇവൻ ദോ റിട്ടയർഡ്, many of the politicians and film stars yearn to hog the limelight whenever possible. Yeah, ഉറപ്പായിട്ടും അല്ലേ. ഐ യൂസ് ടു പുൾ ഔട്ട് ഫ്രം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഓൾവേസ്. ഓൾവേസ് നിന്ന് മാറ്റി പിടിച്ചാൽ മതിയേ. മാറ്റി പിടിക്കും. ഇവിടെ യൂസ് ടു പണ്ടത്തെ കാര്യം. അപ്പോൾ ഓൾവേസ് നമ്മൾ പ്രസന്റിൻ്റെ കൂടെ പറയാം കേട്ടോ സൂര്യ. അപ്പോൾ ഓൾവേസ് നമുക്ക് വേണ്ട, അല്ലാതെ സംഭവം സെറ്റാ. നന്ദിഷ നമസ്കാരം. സുപ്രഭാതം. ദ സെലിബ്രിറ്റീസ് stole the limelight on the award function. Great. That's great. The vehicle department asked the vehicle owners to work in tandem. That's great. That's great. അപ്പോൾ പിള്ളേരെ ഇവിടെ നോക്കിയിരിക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. എത്ര പേര് ലൈവിലുണ്ട്, എന്നിട്ട് എന്താ നിങ്ങളൊരു ലൈക്ക് ഇടാത്തെ? ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. നോക്കട്ടെ. സ്റ്റുഡൻസ് nowadays hog the limelight by doing unnecessary things. ഇപ്പോൾ ഉണ്ട്. സ്റ്റുഡൻസ് മാത്രമല്ല, കുട്ടികളെ കൊണ്ട് തന്നെ പേരൻസ് ചെയ്യിപ്പിക്കുക അല്ലേ. ചെറിയ കുട്ടികളെ കൊണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഇത് അറിഞ്ഞായിരുന്നു. ഒരു കൊച്ചിനെ നമ്മൾ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഫ്രീസറിൻ്റെ ഉള്ളിൽ കാല് വെച്ച് നിർത്തിയിട്ട് ആ കൊച്ചിന് ഇത് പറ്റിയത്, ആ കൊച്ച് ഫ്രീസ് ചെയ്ത് വീണ് പോയത് മരിച്ചെന്നോ എനിക്ക് തോന്നുന്നു. അങ്ങനെ കണ്ടൊരു ഇഷ്യൂ വന്നായിരുന്നു.
എന്തൊക്കെയാലേ വീഡിയോ എടുക്കാൻ വേണ്ടി നടക്കുന്ന പരിപാടികളാണ്. അപ്പം മറന്നു പോവാം മനുഷ്യൻ ജീവിക്കുന്ന കാര്യം. ഹോഗ് ദ ലൈംലൈറ്റ് ആൻഡ് സ്റ്റീലിംഗ് ദ തണ്ടർ സിമിലർ മീനിങ് ആണോ? സ്റ്റീലിംഗ് ദ തണ്ടറും അതുപോലെ തന്നെയാണ്. പക്ഷേ സ്റ്റീലിംഗ് ദ തണ്ടർ എന്ന് പറയുമ്പോൾ അറ്റൻഷൻ, സത്യം, അതെ സിമിലർ മീനിങ് ആണ് സ്റ്റീലിംഗ്. ഡോണ്ട് പുൾ ഔട്ട്, പുൾ ഔട്ടിന് ഗ്യാപ്പ് വേണേ ഹർഷത്. ഡോണ്ട് പുൾ ഔട്ട് വെൻ ലക്ഷ്മി ദേവി വിസിറ്റ്സ് യുവർ ഹോം. അല്ലേ, ലക്ഷ്മി ദേവി കയറി വരുമ്പോൾ കഥ അടക്കല്ലടാ എന്ന് പറയുന്ന പോലെ അല്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ടു ക്ലെയിം ദ ബെനിഫിറ്റ്സ് ഓഫ് റിസർവേഷൻ ദ ആപ്ലിക്കേഷൻ ഷുഡ് ബി ഇൻ ടാൻഡം വിത്ത് സർട്ടിഫിക്കറ്റ്സ് വൺ ഹോൾഡ്സ് ആണ്. വൺസ് ഹോൾഡ് അല്ല, വൺ ഹോൾഡ്സ് ആണ്. ഷമാസെ ഓർക്കുക. വിനു, ഗുഡ് മോർണിംഗ്. യെസ്, ദ പുള്ളിംഗ് ഔട്ട് ഓഫ് Palki Sharma Upadhyay from Vayan will be a huge loss for the online news platform. Yes, I'm pulling out my mandatories right now. മാൻഡേറ്ററീസ് എന്ന് പറയില്ല, മാൻഡേറ്റ്സ് ആയിരിക്കും നീ ഉദ്ദേശിക്കുന്നത്. മാൻഡേറ്റ് നൗൺ ഉണ്ട്, പക്ഷെ മാൻഡേറ്ററി എന്ന് പറയുന്ന നൗൺ ഇല്ല കേട്ടോ ശരത്തെ, ഓർക്കണേ. സം പീപ്പിൾ റോസ് മീ ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി വരവേണ്ട അല്ലേ, അതാണ് അവസ്ഥ ഇപ്പം. സം പീപ്പിൾ ഹോഗ് ദ ലൈം ലൈറ്റ് by doing unnecessary things. Sometimes it may leads to Ardi, it may leads, may modal auxiliary verb അല്ലേ. modal auxiliary verbന് ശേഷം എന്നാ വേണം? modal auxiliary verbന് ശേഷം എന്നാ വേണം? പഠിച്ചതാണ് നമ്മൾ. എവിടെ modal auxiliary verb ഉണ്ടോ അവിടെ നിങ്ങൾ ഓർത്തണം, അതിനുശേഷം നമ്മൾ എന്ത് കൊടുക്കും? V1 കൊടുക്കും. modal auxiliary verbന് ശേഷം ഫ്രഷ് verb, root form of verb. may lead to take away, lead to take away പറയില്ല, lead to is a phrase ആണ്. So lead to taking away the pinnacle, their lives. Modi ji works in tandem with Adani in order to reach the pinnacle. ശരിക്കും splurge, squandering ആണ്. സ്ക്വാൻഡറിങ് പക്ഷേ ഒരു പ്രശ്നമുണ്ട്. സ്ക്വാൻഡറിങ് സിനണിം ആണെന്ന് കൂട്ടാട്ടോ വിനു, അല്ലാതെ പക്ക മീനിങ് അല്ല. സ്ക്വാൻഡറിങ് ഈസ് വേസ്റ്റിംഗ് മണി. അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യാണ്, ദൂർത്തടിക്കുക. ഇത് ദൂർത്തടിക്കല്ല, ഫ്രീ ആയിട്ട്, മടിയില്ലാതെ. വ്യത്യാസം മനസ്സിലായോ? ചെറിയൊരു വ്യത്യാസമുണ്ട് സ്പ്ലർജിനും ഇതിനും. അനാവശ്യമായിട്ട് വേസ്റ്റ്, സ്ക്വാണ്ടർ ലിറ്ററലി മീൻസ് വേസ്റ്റ് ആണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പുൾ ഔട്ട് ദ മണി സെയിം മീനിങ് അല്ലേ? പുൾ ഔട്ട് ദ മണി സെയിം മീനിങ് ആണ്, പക്ഷേ ഗ്യാപ്പ് വേണേ, ഫ്രേസൽ വെർബ് അല്ലേ, അതുകൊണ്ട്. ഓക്കെ, ഓൾ റൈറ്റ്. സം ഓഫ് ദ കേരള കോൺഗ്രസ് ലീഡേഴ്സ് പുൾ ഔട്ട്. ബാക്കി പറ സനിലെ, ബാക്കി പറ, സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തേ. ഷൈനി, ഗുഡ് മോർണിംഗ്. സോ ദീസ് ആർ ദ വേർഡ്സ്: സ്പ്ലർജ്, ഇൻ ടാൻഡം, പുൾ ഔട്ട്, ഹോഗ് ദ ലൈം ലൈറ്റ്. മൂവിങ് ഓൺ. നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും 17% ഡിസ്കൗണ്ട് ഉള്ളവർ ഓർക്കുക. Y314 എന്ന കോഡ് മറക്കണ്ട, അത് എൻ്റെ കോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം എൻ്റെ കോഡ്, കൂപ്പോൺ കോഡ് Y314, Y314 എന്ന കോഡ് ഉപയോഗിക്കാം. നമ്മുടെ FCAയുടെ കോഴ്സസ് റെഡിയാണ്, ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2022 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇനിയും മടിച്ചിരിക്കേണ്ട, ജോയിൻ ചെയ്യാം കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തു, ഇനി എന്ത് ചെയ്യണം ഒരു ഐഡിയയില്ല. പഠിക്കണ്ടയോ എനിക്കറിയത്തില്ല, പഠിക്കണം എന്നുണ്ട്, പക്ഷേ മറ്റൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് എപ്പോഴാ വരുന്ന ഒരു ജോലി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കാര്യം 5000+ വേക്കൻസീസ് ആണ് ഇത്തവണ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിൽ. ഘോരഘോരം ഞാൻ പിന്നെയും പറയും, കാരണം അത്ര മാത്രം വേക്കൻസീസ് നമുക്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്തവരെല്ലാവരും പഠിച്ച് എക്സാം എഴുതിയിരിക്കണം, അറ്റൻഡ് ചെയ്തിരിക്കണം, പഠിച്ച് തന്നെ എഴുതുക. ചുമ്മാ പോയി ഒന്ന് അറ്റൻഡ് ചെയ്യാം, ആ ചുമ്മാ വേണ്ട നമുക്ക് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾക്ക് കോഴ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് വരാ, ജോയിൻ ചെയ്യാം. അതുപോലെ SBI ക്ലർക്കിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ ഉഷാറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. 2159 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ. പ്രിലിംസ് ഓറിയന്റഡ് ബാച്ച് ആണ്, ബേസിക്സ് കവർ ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ബാച്ച് പോകുന്നത്. ബട്ട് നമ്മൾ SBPയുടെ ക്ലാസ്സിൽ തുടങ്ങിയിട്ടുണ്ട്, അത് അഡ്വാൻസ് ലെവലായിരിക്കും, അതാണ് വ്യത്യാസം. സോ മൂവിങ് ഓൺ ടു ദ വേർഡ്സ്. ഇന്നത്തെ വേർഡ്സിലോട്ട് പഠിച്ചാൽ വേർഡ്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ വേർഡ്. ഇന്ന് ആദ്യത്തെ വേർഡ് ഇസ് റീട്രേറ്റ്. ഇന്ന് കഴിഞ്ഞ ദിവസം ഇറ്ററേഷൻ എന്ന് പറഞ്ഞിരുന്നു, അതേ സാധനമാണ് റീട്രേറ്റ്. നമ്മൾ റീട്രേറ്റ് ചെയ്യുന്ന പുനർസ്ഥാപിക്കുക, അല്ലെ വീണ്ടും ഒരു കാര്യം ചെയ്യുകയാണ്. റീഡു, റീക്യാപിച്ചുലേറ്റ്. റീഡു 2 തവണ എഴുതിയല്ലേ, എന്താ റിൻഡു? ഇതൊക്കെയാണ് നിന്റെ പ്രശ്നം, ശ്രദ്ധയില്ല, രാവിലെ ഉറക്കം നോക്കിയിരുന്നാ ചെയ്യുന്നത്. റീസ്റ്റേറ്റ്, റിപ്പീറ്റ്, റീഡു, റീക്യാപിച്ചുലേറ്റ്, അതാണ് റീട്രേറ്റ്. വീണ്ടും കാര്യം റീസ്റ്റേറ്റ് ചെയ്യുക, വീണ്ടും പറയുക, റിപ്പീറ്റ് ചെയ്യുക, റീഡു ചെയ്യുക, റീക്യാപിച്ചുലേറ്റ് ചെയ്യുക, അതിന് നമുക്ക് വിളിക്കാം റീട്രേറ്റ് എന്ന് വിളിക്കാം. വേർബാണ്, ഓർത്തോണം. അടുത്ത് പ്രോംപ്റ്റ്ലി. പ്രോംപ്റ്റ് അഡ്ജക്റ്റീവ് ആണ്, അഡ്വേർബും ആണ്. ആ സാധനത്തിന് പ്രോംപ്റ്റ്ലി എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് പങ്ക്ച്വലി, കൃത്യസമയത്ത്, ഓൺ ടൈം, ഇമീഡിയറ്റ്ലി, സ്വിഫ്റ്റ്ലി, റാപ്പിഡ്ലി, അങ്ങനെ പല വാക്കുകൾ നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് പ്രോംപ്റ്റ്ലി എന്നർത്ഥം. അടുത്ത ഹോഗ് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഹോഗ് ദ ലൈം ലൈറ്റ്. ഹോഗ് എന്ന് പറഞ്ഞാൽ നൗണും ഉണ്ടേ, അതുകൊണ്ടൊന്ന് പറഞ്ഞേക്കാം. നൗൺ ഉണ്ട്, നമ്മൾ പന്നി എന്ന് വിളിക്കില്ലേ, സ്വൈൻ അല്ലെങ്കിൽ പിഗ്, ഹോഗാണ്. അതേപോലെ വേർബ് ഉണ്ട് അതിന്. നമ്മൾ സ്റ്റീലിംഗ് ദ ലൈം ലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഞാനാണ് മെയിൻ, അതല്ലേ, മെയിൻ കളിക്കുക എന്നല്ലേ പറയാം. സോ ഹോഗ് എന്ന് പറഞ്ഞാൽ മോണോപ്ലൈസ് ചെയ്യുക, ഡോമിനേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ദാറ്റ് ഇസ് ഹോഗ്. മോണോപ്ലൈസ്, ഡോമിനേറ്റ് അല്ലെങ്കിൽ കൺട്രോൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഹോഗ് കേട്ടോ, ഓർത്തോണം. വേർബാണ്. സോ നൗൺ ആയിട്ട് പറയുമ്പോൾ പിഗ് ആൻഡ് സ്വൈൻ എന്ന അർത്ഥത്തിലാണ്.
അടുത്ത വേർഡിക്റ്റ് കേട്ട് പരിചയമുള്ള സ്ഥിരം വിധി, ജഡ്ജ്മെന്റ്, ഡിസിഷൻ, റൂളിംഗ്, ഡിഗ്രി, ഫൈൻഡിങ്, അങ്ങനെ ദാറ്റ് ഈസ് വേർഡിക്റ്റ്. അതുപോലെ തന്നെ ആന്റി തീസിസ്, തീസിസിന് വിരുദ്ധമായ ഒന്നിനെയാണ് ആന്റി തീസിസ് എന്ന് പറയാം. ഞാനൊരു തീസിസ്, എൻ്റെ ഒരു കണ്ടുപിടുത്തം മുന്നോട്ട് വെക്കുകയാണ്, ഞാൻ എൻ്റെ കണ്ടെത്തൽ, എൻ്റെ ഫൈൻഡിങ് മുന്നോട്ട് വെക്കുമ്പോൾ ഈ സംബഡി ഈസ് പുട്ടിംഗ് ഫോർവേഡ് ആൻ ആന്റി തീസിസ്, ദാറ്റ് മീൻസ് കോൺവേഴ്സ്, അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് കാര്യം. കോൺവേഴ്സ്, റിവേഴ്സൽ, ഇൻവേഴ്സ്, അതിനെയാണ് ആന്റി തീസിസ് എന്ന് പറയാം. നൗൺ ആണേ, ഓർത്തോണം. ഓക്കെ, ലെറ്റ് മീ സീ യോർ സെന്റൻസസ്. നമുക്ക് സെന്റൻസോട് നോക്കി പോലെ. യാ, ആർ ദീസ് മോക്കറി റീൽസ് കൺസിഡേർഡ് ഹോഗിങ് ദ ലൈംലൈറ്റ് ബൈ മെനി? ദാറ്റ് ഈസ് ഗ്രേറ്റ്. അപ്പോൾ ബൈ മെനി ആണ് ഷമാസെ, അതപ്പോൾ പാസീവ് ആയേ, പലരും അങ്ങനെ കൺസിഡർ ചെയ്യുന്നു എന്നല്ലേ. അപ്പൊ എന്ന് കൊടുക്കാം, ആർ ദീസ് മോക്കറി റീൽസ് ആർ കൺസിഡേർഡ് ഹോഗിങ് ദ ലൈംലൈറ്റ് ബൈ മെനി? ആർ കൺസിഡേർഡ് ഹോഗിങ് എന്ന് കൊടുക്കാം. ഇൻ ടാൻഡം മീനിങ് ഒന്നുകൂടെ പറയാം, എലോങ് സൈഡ് ഈച്ച് അതർ, ഒരുമിച്ച് പോവുക. അപ്പൊ ഗീതു, ഞാൻ പറയാണ് ഗീതു ആൻഡ് ഐ ആർ വർക്കിംഗ് ഇൻ ടാൻഡം എന്ന് പറഞ്ഞാൽ എന്താ, ഗീതു ഞാനും ഒരുമിച്ചാണ്, ഞങ്ങൾ രണ്ടുപേരും ഒറ്റ കട്ടയ്ക്ക് നിൽക്കുവാണ്, രണ്ടുപേരും ഒരുമിച്ച് അല്ലെ, ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ്. സംടൈംസ് ഒറ്റ വാക്ക്, SRR ഒറ്റ വാക്ക്. സംടൈംസ് പീപ്പിൾ ആർ ഡൂയിങ് സം സ്റ്റുപ്പിഡ് ആക്ഷൻസ് ഫോർ ഹോഗ് അല്ല, ഫോർ ഹോഗിങ്. ഫോർ ആണെങ്കിൽ പ്രിപ്പോസിഷൻ ആണ്, അതിനുശേഷം ജെറണ്ട് വരണം, വെർബിന്റെ ജെറണ്ട് ഫോർമുലേഷൻ വരണം. ഫോർ ഹോഗിങ് ദ ലൈം ലൈറ്റ് അല്ലെങ്കിൽ ടു ഹോഗ് ദ ലൈം ലൈറ്റ് കൊടുത്തു, അപ്പോഴും കറക്റ്റാണ്. Yes. Some of the Kerala Congress leaders pull out their support from Shashi Tharoor. Okay, that's great. Nowadays, YouTube helps common people to hog the limelight. Yes, it does. Some bus drivers dance in tandem with driving. Tandeming parilla. Anyway, tandem, adu madi. In tandem. She pulled out from our company. That's great. The anti-incumbency by people made a barb in the tenure of the leader, which resulted in the resignation. Great. Preparing for 2 exams in tandem is a good thing. Of course, on the way mattunnundallo angane parayam. Rashmi, good morning. The couples in tandem to dished out dress for the orphans on the wedding. Allala. Couples ennu parayilla. Couples ആവുമ്പോൾ 2 ജോഡി ഉണ്ടോ, 2 കൂടുതൽ ജോഡീസ് ഉണ്ടെങ്കിൽ ഒരു ജോഡി എങ്കിൽ ഒരു കപ്പിൾ അത്. അപ്പൊ കപ്പിൾസ് എന്ന് പറയുന്നത് ഒരു കപ്പിളിനെ പറ്റിയുള്ള ഐശ്വര്യം ഇപ്പൊ പറയണേ. അപ്പൊ ദ കപ്പിൾ ഈസ് ഇൻ ടാൻഡം. കപ്പിൾ ഒറ്റ ടീമാ. ദ കപ്പിൾ ഈസ് ഇൻ ടാൻഡം ടു ഡിഷ്ഡ് ഔട്ട് അല്ല, ടു ഡിഷ് ഔട്ട്. ഡിസ്ട്രിബ്യൂട്ട് അല്ലേ, ഡിഷ്ഡ് ഔട്ട് അല്ല. 2 + V1 ടു ഡിഷ് ഔട്ട് ഡ്രസ്സസ് ഫോർ ദ ഓർഫൻസ് ഓൺ ദെയർ വെഡിങ്. കേട്ടോ, ദ കപ്പിൾസ് അല്ല, ദ കപ്പിൾ ഈസ് ഇൻ ടാൻഡം. അവിടെ വേർബ് മിസ്സിംഗ്, ഈസ് ഇൻ ടാൻഡം. മൈ ഫ്രണ്ട് ഓൾവേസ് splurges for കോസ്മെറ്റിക്സ്. ചിലത് അങ്ങനെയാണല്ലേ. Nowadays people would go at any extent to hog the limelight in social media. Yes. Reiterate study portion every day. Great. Money splurging behavior of Irvana went on continuing. Went on continuing ഒരു സാധനമാണ്. You made it superfluous. Went on, go on, continue എന്നാണ് അർത്ഥം. അപ്പൊ continuing വേണ്ടടാ. Went on even if company was bid recently. Okay. Opposition and ruling parties are always in tandem when it comes about an issue arise by central government. Yes. Success depends on how we are reiterating our studies. Yes. Pravi, good morning. The Medical Council reiterated we are not out of the woods yet with the COVID-19. Yes. തീർന്നിട്ടില്ല മോനെ, ഞാൻ പോയിട്ടില്ല എന്നല്ലേ. Soldiers are promptly what? Soldiers are aligning promptly. Soldiers are doing things promptly. എന്തെങ്കിലും ഒരു കാര്യം verb കൊടുത്തിട്ട് adverb കൊടുക്കാവുള്ളേ. അതൊന്ന് ശ്രദ്ധിച്ചോണേ. ഗീതു, we should reiterate problems to crack the exam. Yes, definitely. Many words in Editorial are reiterating. Of course, ആണല്ലേ, എന്നും കാണാതെ കുറച്ച് വേർഡ്സ് ഇങ്ങനെ റീട്രേറ്റ് ചെയ്യുന്ന കാണാം അല്ലേ. He reiterated his problems yesterday. That's great. Reiteration in studies help അല്ല ഐശ്വര്യ, റീട്രേഷൻ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഇത് കൊടുക്കാം, reiteration in studies helps to achieve our goal. She attends a class promptly. That's great. The firefighters acted promptly and put out the fire before it devoured the whole building. Great. The judges of the SC are divided while delivering the verdict on hijab. അതെ, ആ കാര്യം വന്നപ്പോൾ രണ്ടുപേർക്കും രണ്ട് മനസ്സാണ്. My mother reiterates that I should wake up promptly. അത് കൊള്ളാം. അമ്മ എപ്പോഴും പറയും എന്നോട്, എന്താ ചെയ്യാ, സമ്മതിക്കുന്നില്ല. ആര്? എൻ്റെ മനസ്സ്. He always tried to hog in class. All right. Hog what? Dominate in class. അതാണ് ഉദ്ദേശിച്ചത്. That's right. That's great. All of the promises the candidates gave to the voters turned out to be hogwash. Great. Don't reiterate the mistake. That's great. Judgments are playing a pivotal role in the history of judiciary for pronouncing better verdict. Great. He just reiterated that day.
he repeat ചെയ്തെന്നല്ലേ അത് കൊള്ളാം. നമ്മുടെ ദൃശ്യത്തിലെ പുള്ളി ജോർജ് കുട്ടി, do it promptly. That's great. The last verdict of the court leads to hang അല്ല, hanging the culprits കേട്ടോ. വെറും ഹാങ് കൊടുക്കല്ലേ. to leads to എന്ന് പറഞ്ഞൊരു ഫ്രേസ് ആണ്. അതിനുശേഷം ജെറണ്ട് ഫോർമുലേഷൻ, നൗൺ കൊടുത്തോ പ്രൊനൗൺ കൊടുത്തോ ഒരു കുഴപ്പമില്ല കേട്ടോ. ഐശ്വര്യ, സോഷ്യൽ മീഡിയ ഹോക്സ് ആർ ലൈഫ്സ് ദീസ് days. Great. Do your work promptly. Great. Shama's hegemony behavior. Shama's apostrophe. Yes. S വേണ്ട, ഷമാസിന്റെ ഇതിൽ മതി. അപ്പസ്ട്രോഫി കൊടുക്കുക. ഹെജിമോണിയസ് ബിഹേവിയർ കേട്ടോ. വെറും ഇല്ലെങ്കിൽ ബിഹേവിയർ കട്ട് ചെയ്തിട്ട് ഹെജിമണി മാത്രം മതി. ഓൾവേസ് ബ്രിങ്സ് ട്രബിൾ ടു ഹിം. He always think അല്ല അനുബേ. He always thinks why his boss come to office promptly. അവൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലേ. ഓർക്ക തിങ്സ് ആണ് കേട്ടോ. The antithesis views made by judges in hijab verdict will now be heard by larger bench. Yes. The ongoing issues doomed to the gold smuggling is getting more antithesis after the publication of Swapna Suresh autobiography. Yes. His verdict about that issue is utter foolish. That's great. The prompt interruption. അവിടെ noun അല്ലേടാ നീ ഉപയോഗിച്ച ഷമാസെ. interruption is a noun. nounന്റെ കൂടെ prompt കൊടുത്ത് കറക്റ്റ് ഉള്ള interruption. Timely interruption, prompt interruption of the police exasperated the rave as the horse was averted by them. So Anil, ni tamasilla edite. Good morning. Prompt steps should be taken against drugs from all sections of the society, from police alla, should be taken by the police alle. Police angane avanamada police alle, from the police alla, by the police to common people. It is a custom for the judges to bang the gavel when giving a verdict on a case. Yes. Reshma, good morning. The final verdict of the case will be held today. Great. The verdict of Kerala High Court seemed to be an antithesis to what was expected. Can you reiterate the antithesis of the word hog? That's great. The verdict of the court is made without proper slicing and dicing. Reiterate your studies promptly every day. Subject ആണ് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. Reiterating your studies. SRR. Reiterating your studies. ജെറണ്ട് കൊടുക്കുക. Studies promptly every day will help to make help you to help എന്ന് പറഞ്ഞ വെർബിന് ഒബ്ജക്റ്റ് വേണം. Help you to make big success in your life. Ashwati, good morning. He basically antithesis എന്ന് പറഞ്ഞാൽ എന്നാ ഓപ്പോസിറ്റ് ആണെന്നല്ലേ. അവനോ ആന്റിthesis ആണെന്ന് പറയില്ല. What he says, അല്ലെങ്കിൽ his words are no, അല്ലെങ്കിൽ his topic, his speech is always is basically an antithesis എന്ന് കൊടുക്കണം. Antithesis ആ സൗണ്ട് അല്ലേ, വവൽ സൗണ്ടിലൂടെ an antithesis എന്നും കൂടെ കൊടുക്കാൻ മറക്കണ്ട കേട്ടോ സുമ. Reiterating crime is because of the lack of adequate punishment. Yeah. When get time, we walk in tandem. When get time അല്ലഞ്ചു. When we get time, we walk in tandem. I try to make a study plan, but I can't follow promptly. I can follow it. Follow ikkudore eppoഴും object വേണം. It's a transitive verb. കേട്ടോ ഹർഷത്. My friend hogs in maths. Dominates അല്ലേ. The findings of the scholar was refuted by his juniors in antithesis. Great. Shamas tried to hawk his pet, but it promptly barked at him and ran away. All right. It promptly barked at him അല്ല, barked at him and ran away. പാസൻസ് കൊണ്ടേ കൊടുക്കണം. ബട്ട് വെച്ചിട്ടല്ലേ രണ്ട് സെന്റൻസ് ഫ്രെയിം ഇതേക്കുന്നേ, കണക്ട് ചെയ്തേക്കുന്നേ. അപ്പോൾ പാരലസും കീപ്പ് ചെയ്യേണ്ടായിരുന്നീ. ഡു യു തിങ്ക് റീട്രേറ്റിംഗ് മിസ്റ്റേക്സ് ഇസ് എ ഗുഡ് ഹാബിറ്റ്? നോട്ട് അറ്റ് ഓൾ അല്ലേ. സെയിം മിസ്റ്റേക്സ് ആയാലേ പ്രശ്നമുള്ളൂ. The CPIM, Congress and BJP in Kerala led a protest in tandem with each other. With each other വേണ്ടടാ. With each other വേണ്ട നന്ദിച്ച. ഓൾറെഡി ടാൻഡം എന്ന് പറഞ്ഞാൽ അലോങ് സൈഡ് ഈച്ച് അതർ അല്ല. അപ്പോൾ ഈച്ച് അതർ വേണ്ട. ടാൻഡം against a black magic center എന്ന് കൊടുത്തു. I can join the class promptly. Great. Her brother is antithesis in behavior of her. His brother's behavior is an antithesis to her. അങ്ങനെ കൊടുത്തു. Her brother's behavior is antithesis to her എന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റ്. ഇത് ഓപ്പോസിറ്റ് എന്ന അർത്ഥത്തിൽ. Rindu ma'am hog the editorial sessions even if it was provided by many other online institutions. Shammase. എൻ്റെ പൊന്നിവനെ കൊണ്ട് ഞാൻ തോറ്റു. Verdict will have been declared by the time next week. Will have been. Very good. Anyway, നീ ടെൻസ് നല്ല പ്രോംപ്റ്റ്ലി അല്ല പ്രോപ്റ്റ് ആയിട്ട് appropriate ആയിട്ട് ആപ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. That's great. Will have been declared. Great. Police mutual common police പോലീസ് മുതൽ മ്യൂച്വൽ സോറിടാ വരെ എന്നാണ് മിസ്സിനെ ഉദ്ദേശിച്ചത്.
ഓ പോലീസ് മുതൽ എന്നാണോ നീ ഉദ്ദേശിച്ചത്? ഓ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ സെൻറ്റൻസിൻ്റെ ഓർഡർ ഒന്ന് മാറ്റിയാൽ മതിയായിരുന്നു. സംഭവം മനസ്സിലായി. ഓക്കെ, അപ്പോൾ അത് കറക്റ്റാണ്. മുഹമ്മദ് ഷാമി ഗെറ്റ്സ് എ പ്രോംപ്റ്റ്ലി കോൾ. ഗെറ്റ്സ് എ പ്രോംപ്റ്റ് കോൾ. അത് നൗണാണ്, നൗണിൻ്റെ കൂടെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ അഡ്ജക്റ്റീവ് ആണ് വിനു. പ്രോംപ്റ്റ് കോൾ ഫ്രം BCCI ആഫ്റ്റർ Burma gets injured. Bumrah gets injured and he's going in tandem with Indian team to Australia. Hope the team will reap the win for. Great. The antithesis opinion made him out from doing it. Okay. The verdict must be based on evidence which is declared as relevant as per the Evidence Act. Great. Yes. Elandur human sacrifice has been hogging the headlines for the last 2 days. Great. Teacher should hog the class unless it become mess. That is great. Unless it becomes. ഇറ്റല്ലേ സബ്ജക്റ്റ്, സിംഗുലർ വേർബ് കൊടുക്കണം MJ. ആൽദീൻ ഇർഫാന ക്യാഷൻ പ്രോംപ്റ്റ്ലി. കൊള്ളാം. ദ കോർട്ട്സ് വേർഡിക്ട് ഗിവ്സ് ഹർ ജസ്റ്റിസ്. സബ്സർവിയൻസ് മീനിങ്. നമ്മൾ സബ്സർവിയൻസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമുക്കൊരു കാര്യത്തോടുള്ളൊരു എന്താ പറയുക, ഭയങ്കര ഒരു ഒബീഡിയൻസ്. കുറ്റമൊന്നും അല്ല, ഒരു ചോദ്യം തിരിച്ച് ചോദിക്കാതെ അങ്ങ് വളരെ ഒട്ടും ഇതല്ലാതെ ഒരു ക്വസ്റ്റനിങ് ചെയ്യാതെ നമ്മൾ ഒബേ ചെയ്യുന്ന അവസ്ഥയില്ലേ, അതിനെയാണ് സബ്സർവിയൻസ് എന്ന് പറയാം കേട്ടോ. ഇൻ മൈ ഒപ്പീനിയൻ നോ വൺ ക്യാൻ ഹോഗ് എ സ്റ്റുഡൻറ് ഫ്രം ഗോയിങ് സ്കൂൾ അല്ല, ഗോയിങ് ടു സ്കൂൾ. നോ വൺ ക്യാൻ ഹോഗ് എ സ്റ്റുഡൻറ് ഫ്രം ഗോയിങ് ടു സ്കൂൾ കേട്ടോ. ആരതി ഇറ്റ് ഇസ് ഹെർ ഡിസ്ക്രിഷൻ വെദർ ടു വെയർ എ ഹിജാബ് ഓർ നോട്ട്. ഓൾ റൈറ്റ്. വിധേയത്വം അത് തന്നെ. സീലിയൻ റൈറ്റ്. ദ ട്രെയിൻ ലീവ്സ് ദ സ്റ്റേഷൻ പ്രോംപ്റ്റ്ലി. ഗ്രേറ്റ് പീപ്പിൾ. നെക്സ്റ്റ് ഫോർഗ്രൗണ്ട് ചെയ്യുക എന്നുകൊണ്ട്, ഫോർഗ്രൗണ്ട് എന്നുകൊണ്ട് നൗണും ഉണ്ട് വേർബും ഉണ്ട്. ഓർത്ത് വെച്ചണം. ഫോർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, ഫോർ എന്നുള്ള നൗണ്. അപ്പോൾ വേർബ് എന്താ? മേക്ക് സംതിങ് മോർ പ്രോമിനൻറ്റ്, മേക്ക് സംതിങ് മോർ ഇമ്പോർട്ടൻറ്റ്. അതിനാണ് ഫോർഗ്രൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. ഫോർഗ്രൗണ്ട് വാല്യൂസ്, ഫോർഗ്രൗണ്ട് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ പിള്ളേരെ ലൈവിലുള്ളവർ എന്തെടുത്തോണ്ടിരിക്കുക? ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. ഒരു ലൈക്കൊക്കെ ഇടാൻ കേട്ടോ. ജാടയാണോ? അടുത്ത പ്രിസ്ക്രൈബ് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും ദാറ്റ് ഇസ് എ കൺഫ്യൂസിങ് വേർഡ്. ഇടയ്ക്കിടയ്ക്ക് കൺഫ്യൂസിങ് വേർഡ്സിൽ ഉപയോഗിക്കുന്നതാണ്. പ്രിസ്ക്രൈബും ഉണ്ട്, പ്രൊസ്ക്രൈബും ഉണ്ട്. പ്രൊസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർബ് തന്നെ. പ്രൊസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാൻ ചെയ്യാം അല്ലെ, പ്രൊഹിബിറ്റ് ചെയ്യാം. പ്രിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. അതിന്റെ അഡ്വൈസ് ചെയ്യുക, ഒരാൾക്ക് നമ്മൾ അനുമതി കൊടുക്കുമല്ലേ. ഓതറൈസ് ചെയ്യുക, അഡ്വൈസ് ചെയ്യുക, സ്റ്റിപ്പുലേറ്റ് ചെയ്യുക, ഡിക്റ്റേറ്റ് ചെയ്യുക, ഓർഡർ ചെയ്യുക എന്നൊക്കെയാണ് പ്രിസ്ക്രൈബ് എന്ന വാക്കിന്റെ അർത്ഥം. പ്രിസ്ക്രൈബ് നേരെ ഓപ്പോസിറ്റ് ആണ്. ബാൻ ചെയ്യുക, പ്രൊഹിബിറ്റ് ചെയ്യുക. ഒരു ലെറ്റർ മാറിയാൽ മതി. O and E വ്യത്യാസം മനസ്സിലായി കാണുമായിരിക്കും. അടുത്ത എക്സ്റ്റെൻഡ്. ഇതുപോലെ എക്സ്റ്റെൻഡ് ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം ചിലപ്പോൾ. എപ്പോഴും ഞാൻ പറയുന്നില്ലേ, ഈ എക്സ്റ്റെൻഡ് എന്ന വാക്കിന് ഈ എക്സ്റ്റെൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. EXTEND. എക്സ്റ്റെൻഡ് ചെയ്തു അല്ലേ. എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് വെച്ചാൽ പോസ്റ്റ്പോൺ ചെയ്തു എന്നൊരു അർത്ഥമുണ്ട് അല്ലെ, വേർബായിട്ട്. അത് വേർബാണ് എക്സ്റ്റെൻഡ്. എക്സ്റ്റൻഷൻ എന്നൊക്കെ പറയില്ലേ, നീട്ടി വെക്കുക എന്ന് പറയില്ലേ. അപ്പോൾ ഒന്നുണ്ട് പോസ്റ്റ്പോൺ ചെയ്യാന്നൊരു അർത്ഥമുണ്ട്. ഒരു കാര്യം നീട്ടി വെക്കുക, ഡേറ്റ് ഒക്കെ നീട്ടി വെക്കുന്നില്ലേ. നമ്മളിപ്പോൾ SSC CGLന്റെ ലാസ്റ്റ് ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ടു 13th ഇന്നലെ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു, പോസ്റ്റ്പോൺ. വേറൊരിടത്തുണ്ട് എക്സ്പാൻഡ് ചെയ്യാം അല്ലെ. അവന്റെ ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, എക്സ്പാൻഡ് ചെയ്തു, അങ്ങ് വളർന്ന് പന്തിലിച്ചങ്ങ് ഇൻക്രീസ് ചെയ്യുക. ദാറ്റ് ഇസ് എക്സ്റ്റെൻഡ് അല്ലെ, എക്സ്റ്റൻഷൻ എന്നൊക്കെ പറയുന്ന സാധനം. എന്നാൽ ഈ എക്സ്റ്റെൻഡ് EXTENT ഞാൻ പറഞ്ഞോളൂ. T വാക്കുകൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം, നൗണാണ്. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ ഐ കെ നോട്ട് ടോളറേറ്റ് ഇറ്റ് ടു എനി മോർ എക്സ്റ്റെൻഡ്. ഇനി പറ്റത്തില്ല, എൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്തു. ലിമിറ്റ്, ലെവൽ, സ്കെയിൽ, ഡിഗ്രി, സൈസ്, ഏരിയ എന്നൊക്കെയാണ് എക്സ്റ്റെൻഡ് എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലെ. ടു ദിസ് എക്സ്റ്റെൻഡ് എന്നൊക്കെ നമ്മൾ പറയില്ല, ഐ എക്സ്റ്റെൻഡ്. T. അടുത്ത അപ്പാരന്റ് ആണ്. അപ്പാരന്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കും. അപ്പാരന്റ്ലി അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം എവിഡന്റ്, പ്ലെയിൻ, ഒബ്വിയസ്, സീമിങ്, ഒസ്റ്റൻസിബിൾ എന്നൊക്കെ നമ്മൾ പറയുന്ന അപ്പാരന്റ് അല്ലേ. അപ്പാരന്റ് എന്ന വാക്ക് മറന്നു പോകണ്ട കേട്ടോ. അപ്പാരന്റ് എന്ന വാക്കും വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഒസ്റ്റൻസിബിൾ, ഔട്ട്വേർഡ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പാരന്റ്ലി കഴിഞ്ഞ +2 പ്രിലിംസ് വന്നാണ്. ഒസ്റ്റൻസിബിൾ അതൊക്കെ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് വാക്കുകൾ, അതാണ് ഓർത്തിരിക്കാൻ പറയുന്നത്. ഒസ്റ്റൻസിബിളി എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് അല്ലേ, അല്ല അഡ്വേർബ് അല്ലേ. അതേപോലെ അപ്പാരന്റ്ലി എന്ന് പറഞ്ഞാൽ അത് അഡ്വേർബ് ആയിരിക്കും, ഓർത്തോണത് മാറിപ്പോയത്. അടുത്ത ഇംപ്ലിക്കേഷൻ. നമ്മൾ അപ്പാരന്റ്ലി അഡ്വേർബ് ആണ്, അത് മറക്കല്ലേ, ഞാനൊന്ന് എഴുതിയേക്കാം. ഇനിയിപ്പം മറന്നു പോയാലോ നിങ്ങൾ. അപ്പാരന്റ്ലി LY ഇട്ട അഡ്വേർബായി. അതുപോലെ ഇംപ്ലിക്കേഷൻ അല്ലെ. ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? സജഷൻ, ഇൻഫറൻസ്, ഇൻവോൾവ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ഇംപ്ലിക്കേഷൻ. ഒന്ന് ഇൻവോൾവ്മെന്റ് എന്നൊരു അർത്ഥമുണ്ട്, അല്ലാത്ത അർത്ഥങ്ങൾ വാട്ട് ഈസ് ഇംപ്ലിക്കേഷൻ ഓഫ് ഹിസ് പോയിന്റ്. എന്താ അവൻ്റെ ഉദ്ദേശം, എന്താ അവൻ സജസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അവൻ എന്താ പറഞ്ഞു വരുന്നത്. വാട്ട് ഈസ് യുവർ ഇംപ്ലിക്കേഷൻ, വാട്ട് ഡു യു ഇംപ്ലൈ, നീ എന്താ ഉദ്ദേശിക്കണേ. എന്നാ നീ ഉദ്ദേശിക്കണേ, ഇംപ്ലൈ ചെയ്യുക, വേർബ്. ഇംപ്ലിക്കേഷൻ ഇസ് ഇറ്റ്സ് നൗൺ ഫോർമുലേഷൻ, ഓർത്തണം.
All right. He is in catastrophic dawn among the distilleries, war lover and catastrophic dawn. ഓഹോ, ആ സെനൻസേ പ്രശ്നമാണല്ലോടാ, മൊത്തത്തിൽ പ്രശ്നമാണല്ലോ, മീനിങ് ഫുൾ അല്ല. ശരത്തെ ഒന്ന് റീവോക്ക് ചെയ്തതിന്. സബ്സർവിയൻ യെസ് സബ്സർവൻറ്റുമായിട്ട് പറഞ്ഞാൽ മതി. വെരി ഗുഡ്, സത്യം, കണക്ട് ചെയ്ത് പഠിക്കാം. ഹി പ്രോംപ്റ്റ്ലി ഇൻഫേർഡ് ദ ഇഷ്യൂ വിച്ച് ടേക്ക് പ്ലേസ് അറ്റ് സ്ട്രീറ്റ്. ഈ അപ്പോൾ വിച്ച് ടേക്ക് പ്ലേസ് അല്ല, വിച്ച് ടുക്ക് പ്ലേസ് കേട്ടോ അഞ്ജു. ഹി പ്രോംപ്റ്റ്ലി ഇൻഫേർഡ് ദ ഇഷ്യൂ വിച്ച് ടുക്ക് പ്ലേസ് അറ്റ് സ്ട്രീറ്റ്. അറ്റ് സ്ട്രീറ്റും പറയില്ല നമ്മൾ, അല്ലെങ്കിൽ പ്രത്യേക ഒരു കൃത്യ ഒരു സ്ട്രീറ്റ് പറയാം, അല്ലെങ്കിൽ ഇൻ ദ സ്ട്രീറ്റ് പറഞ്ഞു, അല്ലെങ്കിൽ അറ്റ് എന്ത് സ്ട്രീറ്റ് ഒരു പേര് കറക്റ്റായിട്ട് കൊടുക്കുക. ദ കവൽറി വാസ് കവൽറി വാസ് അല്ലേ സിലിയൻ, കവൽറി പ്ലൂറൽ നൗൺ ആണ്. കവൽറി വർ ഡിപ്ലോയിഡ് ഓൺ ദ ബാറ്റിൽ ഫോർ ഗ്രൗണ്ട് കേട്ടോ. കാര്യം കവൽറി കുതിരപ്പട അല്ലെങ്കിൽ ഇൻഫൻട്രി കാലാൾപ്പട അതൊക്കെ പ്ലൂറൽ നൗണുകളാണ്. വേർബും പ്ലൂറൽ കൊടുക്കുക കേട്ടോ. ഐ ഡോണ്ട് ലൈക്ക് ടു ഹോക്ക് എനിബഡി, ഡോമിനേറ്റ് എനിബഡി. കൊള്ളാം. എക്സ്റ്റൻഷൻ വയർ ലൈക്ക് ഇടാൻ മറന്ന ഞാൻ വേഗം വിട്ടു. ആറ്റിൻറ്റു അത് കൊള്ളാം, വേഗം ഇട്ടേച്ചു. ഹി പ്രിസ്ക്രൈബ് ഫ്രം ഹർ പോസ്റ്റ് ഫുഡ് പ്രിസ്ക്രൈബിംഗ് റോ മെഡിസിൻ. That's great. Many of the allopathy medicine prescription by the doctors in the past was prescribed later. Great. She took the decision regarding adoption of a child promptly, but it leads to a lot of controversy in the family. Great. The parent prescription given by the doctor for each disease grounded her in the medical field. Doctor prescribe me ആണോ SRRA? അല്ല, doctor prescribes me കൊടുക്കണം കേട്ടോ. To drink 2 liters of water a day. അവ പ്രിസ്ക്രൈബ്ഡ് എന്ന് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷെ സബ്ജക്റ്റ് സിംഗുലർ എങ്കിൽ വേർബ് സിംഗുലർ കൊടുക്കാൻ മറക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ദ ഡോക്ടർ പ്രിസ്ക്രൈബ് ദ മെഡിസിൻ ഫോർ ഹർ ഡിസീസ്. ഗ്രേറ്റ്. ഐ വിൽ ഹെൽപ്പ് യു ടു എക്സ്റ്റെൻഡ് മൈ എബിലിറ്റീസ്. അവിടെ തെറ്റിയില്ലേ? Oh, I will help you to the extent. Okay, to the extent. Great, Cillian. Doctor prescribed prescribed medicine. That's great. Let me focus on the implication provided by Rin to ma'am. Let me be focused എന്ന് പറഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ. Let me be focused ആണെങ്കിൽ ഓക്കെ ആണ്, കാരണം അവിടെ ബി ഇട്ട് കൊടുത്തോണ്ട് എന്താണ് ലെറ്റ് മീ. ഞാൻ പറഞ്ഞേ ലെറ്റ് എന്ന വെബ് കോസറ്റീവ് വെബ് ആയിരുന്നു, നമ്മളത് പഠിച്ചതാ. കോസറ്റീവ് വെബായ ലെറ്റിൻ്റെ കൂടെ ബെയർ ഇൻഫിനിറ്റീവ് നമ്മൾ V3 ഫോം കൊടുക്കരുത്, ബെയർ ഇൻഫിനിറ്റീവ് കൊടുക്കുള്ളൂ. ലെറ്റ് മീ ഫോക്കസ് ഓൺ എന്ന് കൊടുത്താൽ കറക്റ്റാണ്, ഇല്ലെങ്കിൽ ലെറ്റ് മീ ബി ഫോക്കസ്ഡ് ഓൺ എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. If not the doctor had been prescribing the medicine, she would have been into coma. Okay. If not the doctor had been എന്ന് പറഞ്ഞ തെറ്റാട്ടോ. ശരത്ത് ഇങ്ങനെ കൊടുക്കണം. If the doctor hadn't been prescribing the medicine എന്നാൽ ഓക്കെയാണ്, അങ്ങനെ കൊടുക്കാം. പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ, നമ്മൾ കണ്ടീഷൻ സെൻറ്റൻസിൽ ഒരിക്കലും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സെൻസ് ഉപയോഗിക്കില്ല. ഇങ്ങനെ കൊടുക്കുക, ഇഫ് ദ ഡോക്ടർ ഹാഡിൻ പ്രിസ്ക്രൈബ്ഡ് ദ മെഡിസിൻ. തെറ്റല്ലേ? ഇവിടെ ആകെപ്പാടെ നമുക്ക് ടെൻസ് കൊടുക്കാൻ പറ്റുന്ന മൂന്ന് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് തന്നെ കൊടുക്കണം. ഇഫ് ദ ഡോക്ടർ ഹാഡിൻ പ്രിസ്ക്രൈബ്ഡ്, ഇഫ് ദ ഡോക്ടർ ഹാഡിൻ പ്രിസ്ക്രൈബ്ഡ് ദ മെഡിസിൻ, ഷി വുഡ് ഹാവ് ബീൻ ഇൻ ടു കോമ. സംടൈംസ് ഐ ഹേറ്റ് ദ പ്രിസ്ക്രൈബ് ഓഫ് മൈ റിലേറ്റീവ്സ്. പ്രിസ്ക്രൈബ് അല്ല, പ്രിസ്ക്രിപ്ഷൻ. അഡ്വൈസ് അല്ലേ, പ്രിസ്ക്രിപ്ഷൻ കൊടുക്കണം. അഡ്വൈസ് നൗൺ ആണെങ്കിൽ CE ആണ് കേട്ടോ ഐശ്വര്യ, അതാണ് ഞാൻ പറഞ്ഞത്. ഹി കുഡിൻ മേക്ക് ഇറ്റ് ടു ദ വെഡിങ്, ഹി ഈസ് സഫറിംഗ് ഫ്രം എ ഹെഡേക്ക്. അപ്പാരന്റ്ലി സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചേ സിലിയൻ, ടൈപ്പോ ആയിരിക്കാം. ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ഇസ് റിയലി ഡിഫിക്കൽട്ട് ടു റീഡ്. ചിലരുടെ അല്ലേ, ഈ ഇടയ്ക്ക് ഒരു വൈറലായ ഒരു പ്രിസ്ക്രിപ്ഷൻ ഉള്ള ഏതൊരു ഡോക്ടറിന്റെ സൂപ്പർ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരു ഡോക്ടർ. ദ എക്സ്റ്റൻഷൻ ഓഫ് ക്രൈംസ് ഇസ് സ്കെയിലിംഗ് അപ്പ് ഡേ ബൈ ഡേ ഇൻ കേരള. യെസ്, ഗ്രേറ്റ്. സീലിൻ അത് കറക്റ്റ് ആക്കി. ദ എക്സ്റ്റെന്റ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാംസ്. കോമ്പറ്റേറ്റീവ് സ്പെല്ലിംഗ് ആദിത്യ COMPE, BU അല്ല, COMPETIV, കോമ്പറ്റേറ്റീവ്. യെസ്, competitive. Yes, exams are always increasing. India is apparently abstained from voting against Russia. The pharmacist has prescribed a medicine and the doctor prescribed it. Yes, implications are always welcome. That's great. Ostensibly the situation is getting more worse, so the committee coerced to rule out his next after he calls for his implication to extend his tenure. Great. Irfana grounded to attend editorial sessions spearheaded by Rintimam before having breakfast. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. Advocate Aluran's argument is always antithesis because he likes to hog the limelight. Great. There was an undercurrent of sarcasm in her implications. That's great. The odds in her life is her motivation to an extent. Great. Are always welcomed. Allala. Are always welcome correct. എന്നറിയോ, വെൽക്കം ഈസ് എൻ അഡ്ജക്റ്റീവ് ആണ് welcome. Okay, welcome party കേട്ടിട്ടില്ലേ? So
I will try to the maximum. I will try to the maximum. I'll try my maximum. I'll try maximum to the venda. I'll try my maximum extent to clear the exam. Surya, I'm not allowed to extended area to the extended area which my uncle bought yesterday. Okay, area bought. Okay. Extended plot എന്ന് കൊടുത്തോ ഏരിയക്കാളും കുറച്ചുകൂടെ better usage ആണ്. Recently the extension of drug usages increased. Yes. The implications of armed forces in protecting our nation is to be praised. Yes. Oh, Palakkad le. Good morning, Sita. Most successful business have Anube business apostrophe എന്തിനാടാ? Most successful businesses ആണോ നീ ഉദ്ദേശിച്ചെങ്കിൽ apostrophe വേണ്ട കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണേ. The ma'am implied tapping on the like button is a great way to show our live love and gratitude. Yes. The ma'am nu parayanda verum ma'am nu parna madi. Usage is set. Some neighbors are trying to extend their boundary. Trying to extend adu ippo parnolu ee extend d aanu d extend കേട്ടോ. d extend മറ്റേ t ആവുമ്പോൾ noun ആണല്ലോ. അപ്പോൾ to extend എന്ന് പറയോ? ഇല്ല കേട്ടോ. His implications were antithesis. Great. ധന്യ good morning. KP കുട്ടൻ നമസ്കാരം. My husband take a implication അല്ല take an implication. അവിടെയും പ്രശ്നമുണ്ട്. ഹസ്ബൻഡ് ആണ്, സിംഗുലർ ആണ്, ടേക്സ് കൊടുക്കാം. My husband takes an implication to improve my study അല്ല studies കേട്ടോ. It is apparent from the evidence that this is a planned murder. Great. Their boundaries. Okay. Their boundaries. Their boundaryക്ക് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ലേ ആ എക്സ്റ്റെൻഡിനാ പ്രശ്നം. അടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ SECGL കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇനിയും മടിച്ച് നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ മടി പിടിക്കേണ്ട, ഓടി വരിക. നമ്മുടെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാം. നമുക്കുള്ള 2 മാസം വളരെ ക്രൂഷ്യലായ മന്താണ്. ഡിസംബറിൽ എക്സാം ഉണ്ടാവും. ഓക്കെ, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. എക്സാം നടക്കും. എക്സാം അറ്റൻഡ് ചെയ്തതാ ആവണോ അല്ലേ? അപ്പോൾ 2240 2240 രൂപയ്ക്ക് നമുക്ക് ഒറ്റ കോഴ്സ് കിട്ടും. മന്ത്ലി ബേസിസിലല്ല, ഒറ്റ കോഴ്സ് ഒറ്റ പേയ്മെന്റ് മാത്രമേ നമുക്കുള്ളൂ. ഒറ്റ പേയ്മെന്റ് ഇൻ ദ സെൻസ് ഒരു പേയ്മെന്റ് അല്ലാതെ മന്ത് വൈസ് ആയിട്ടൊന്നും നിങ്ങൾ എടുക്കേണ്ട. നമ്മുടെ കോഴ്സ് ഒറ്റ ഇതാണ്, പേയ്മെന്റ് ആണ്. നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ കയറാം. കൂപ്പൺ കോഡ് അടിക്കാൻ മറക്കണ്ട, Y314. അപ്പോഴാണ് ഡിസ്കൗണ്ട് എമൗണ്ട് കിട്ടുക. അതുപോലെ SBIPയോടെ ഞാൻ പറഞ്ഞു പ്രിലിംസ് ആൻഡ് മെയിൻസ് ഓറിയന്റഡ് ബാച്ച് ആണ്. നമ്മൾ ഭയങ്കര അപ്ഡേറ്റ് ആയിട്ട് നല്ല രീതിയിലുള്ള ക്ലാസ്സാണ് പോകാൻ പോകുന്നത്. അപ്പോൾ 2489 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. കോഡ് മറക്കണ്ട, Y314 Y314 നമ്മുടെ കോഡ് കേട്ടോ. യെസ്, മൂവിങ് ടു ദ ലാസ്റ്റ് സെറ്റ് ഓഫ് വൊക്കാബ് നോക്കാം. പ്രിവെയിൽ ചെയ്യുക വേർബ് അല്ലേ? ഇറ്റ് പ്രിവെയിൽസ് ടുഡേ. ഇന്നും ഉണ്ട്, അത് പ്രിവെയിൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയില്ലേ, ആ അർത്ഥം. സോ പ്രിവെയിൽ ഒരു വേർബായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന സാധനമാണ്. അപ്പോൾ പ്രിവെയിലിംഗ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം. ING ഫോം വന്നത് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാമല്ലോ. സോ പ്രിവെയിലിംഗ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ്, കറണ്ട്, പോപ്പുലർ, കസ്റ്റമറി നടന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് അല്ലേ അത്. പിന്നെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞേ മാൻഡേറ്ററീസ് എന്ന വാക്കില്ല. മാൻഡേറ്റ് ഉണ്ടെന്ന് ശരത്തിനോട് പറഞ്ഞ വാക്ക് മാൻഡേറ്റ് നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കാം. മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡിറക്റ്റീവ് എന്ന് നമ്മൾ പറയുന്ന സാധനം അല്ലേ. അപ്രൂവൽ എന്നർത്ഥമുണ്ട്, അതോറിറ്റി എന്നർത്ഥമുണ്ട്, ഇൻസ്ട്രക്ഷൻ, അതോറിറ്റി എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അത് വേർബായിട്ട് വരുമ്പോൾ ഓതറൈസ്, അപ്രൂവ് എന്നൊക്കെയാണ് അർത്ഥം. അടുത്ത വാക്കാണ് ഗാബ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ക്ലോത്തിങ്, ഗാർമെന്റ്സ് എന്നൊക്കെയാണ് അർത്ഥം. വേർബായിട്ട് വരുമ്പോൾ ഡ്രസ് ചെയ്യുക, ക്ലോത്ത് ചെയ്യുക, അറ്റയർ ചെയ്യുക എന്നൊക്കെ അർത്ഥം. മനസ്സിലായി? അതാണ് ഗാബ് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഡിട്രാക്ട്. ഡിട്രാക്ട് ഇപ്പോൾ ട്രാക്ക് വിട്ട് ഡൈവേർട്ട് ചെയ്യുന്ന അർത്ഥമാണ് ഡിട്രാക്ട്. അടുത്ത വാക്ക് ഇസ് ബിലിറ്റിൽ ചെയ്യുക, ചെറുതാക്കി കാണിക്കുക, നമ്മളങ്ങ് കുറയ്ക്കുക, നമ്മുടെ വില കുറയ്ക്കുകയാണ്. ഡിമിനിഷ് ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക, ലെസൺ ചെയ്യുക. ഡിട്രാക്റ്റിന് ബിലിറ്റിൽ, ഡിമിനിഷ്, റിഡ്യൂസ്, ലെസൺ എന്നർത്ഥമുണ്ട്. അതല്ലാതെ ഡിട്രാക്ട് ചെയ്യുക, ഡൈവേർട്ട് ചെയ്യുക, കാര്യത്തിൽ നിന്ന് വ്യതിചലിക്കല്ലേ കുട്ടി പറയില്ലേ, ആ സാധനം ഓർത്തിട്ടുണ്ടേ. ദാറ്റ്സ് ഇറ്റ്. നോക്കാം. ഗ്രാബ് കേട്ടുണ്ടല്ലേ? ഗ്രാബ് അല്ല, ഇത് ഗാർബ് അല്ലേ? ഗാർബേജിന്റെ ഗാർബ്. സോ ഗ്രാബ് കൈത് പിടിക്കുക, ക്ലച്ച് ചെയ്യുക അല്ലേ? ഇതാണ് അല്ലെ, ഗ്രാസ്പ് ചെയ്യുക, ആ സാധനം അതാണ്. ഓക്കെ, നോക്കാം. യെസ്, ലെറ്റ്സ് സീ യുവർ സെന്റൻസസ്. ഓക്കെ. ഇറ്റ് ഈസ് apparent പറഞ്ഞായിരുന്നു. അടുത്തത് ഓൺ ടു ഹിസ് സോബർ ബിഹേവിയർ ദ പ്രിസ്ക്രിപ്ഷൻ മേക്സ് മെനി ഡിവിസീവ് ആക്ടിവിറ്റീസ് among with him അല്ല, ആക്ടിവിറ്റീസ് ആരെങ്കിലും തമ്മിൽ among വരണം അല്ലെ, among them എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കൊടുക്കണം വിനു. ഡോണ്ട് ആസ്ക് ഇംപ്ലിക്കേഷൻസ് ഓഫ് എക്സ്പേർട്സ് ഫോർ പ്രൊഫഷണൽ as they may be വേണം അവിടെ ചേർത്തെ. as they may be in the apex and they may not have the idea about grassroots level.
രണ്ട് verb അവിടെ missing ആണ്. നോക്കണേ. Don't ask implications of experts or professional as they may be in the apex and they may not have the idea about grassroots level. Grassroots ഒറ്റ വാക്ക്. The result of hard work is apparent in his life. Great. Forest officer prescribed to prescribe the restricted area in forest. Great. Bagwal Singh was involved the crime. Involved കൂടെ എപ്പോഴും ഇന്ന് കൊടുക്കണേ. Fixed preposition ഹർഷദ്. Involved in crime by the prescription of മുഹമ്മദ് ഷാഫി. ഇത്തവണ പതിവ് ഇൻട്രോ ഒന്നുമില്ലേ? KP വൈകിയാലും വരാതിരിക്കില്ലെന്ന്. KP ഇന്ന് ഭയങ്കര ഉറങ്ങി എണീറ്റുള്ളതെന്ന് തോന്നുന്നു. ഉറക്കത്തിന്റെ ചടവില. ഇന്ന് ഫുൾ ഇഷ്യൂ ആണ്. ഇന്ന് ഫുൾ ഇഷ്യൂ ആണല്ലോ സാർ. കുഴപ്പമില്ല. ഇറ്റ് ഗെറ്റ്സ് ബെറ്റർ അല്ലേ? ഇറ്റ് ഗെറ്റ്സ് ബെറ്റർ. ചൈന വോണ്ട്സ് ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് ബൗണ്ടറി വിത്ത് ഇന്ത്യ. യെസ്, കുഴപ്പമില്ലായിരുന്നു, നമുക്ക് സെറ്റാക്കാം. ചില ദിവസങ്ങൾ അല്ലേ, സം ഡേയ്സ് ആർ ഡിഫറെന്റ് എന്ന് പറയുന്ന പോലെ. ഐ വുഡ് പ്രിസ്ക്രൈബ് യു ടു റിലൈ ഓൺ ദ അപ്പാരന്റ് എവിഡൻസസ്. കെവിൻ, എവിഡൻസസ് ഇന്നലെ നമ്മൾ പഠിച്ചല്ലേ ഉള്ളൂ. ഇവനെ ഡൗണിന് അൺകൗണ്ടബിൾ ഡൗണിൽ പെടുന്നതാണ് എവിഡൻസ്. നമ്മൾ എവിഡൻസ് പ്ലൂറൽ ഇല്ല, എവിഡൻസേ ഉള്ളൂ കേട്ടോ. ഓൺ ദ അപ്പാരന്റ് എവിഡൻസ് ഫോർ ഗ്രൗണ്ട് ഓൺ ദിസ് കേസ്. ഓക്കെ, the caste system still prevails. Yes, information given in the document is obvious. എൻ്റെ കമ്പനിക്കുന്നല്ലേ കൊള്ളാം. The prevailing conditions in our society mandates us to be on alert. Be on alert വേണ്ട, be alert. On വേണ്ട കേട്ടോ രശ്മി. The practice of untouchability still prevails in many of the rural outskirts in India. Tindu is retracting from the topic. അതെ, വഴിതെളിച്ച് പോലെ എന്താ കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പോലെ കുട്ടീന്ന്. നെവർ ഡിട്രാക്ട് കോൺസെൻട്രേഷൻ വൈൽ ഡ്രൈവിംഗ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കും പതിവിലെ കുറവേ തെറ്റുണ്ട്. ഇന്ന് അതാ ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ എല്ലാവർക്കും ഉറക്കച്ചടവായിരിക്കും. നോ പ്രോബ്ലം, യു കനോട്ട് അറസ്റ്റ് മീ ആസ് എ പ്രിവെയിലിംഗ് മിനിസ്റ്റർ ലൈക്ക് മീ. സോ ടേക്ക് ദി മണി ആൻഡ് ഗോ ഹോം. കൊള്ളാം, പൈസ എറിഞ്ഞാൻ ഇതല്ലേ സംഭവമാക്കുന്നു. ജോമി, ഗുഡ് മോർണിംഗ്. കുറേ ആയാലും ഇപ്പോൾ കണ്ടിട്ട്. ഉഷാറാണോ? മക്കളൊക്കെ എന്നാ പറയുന്നു? ഹി ഡിട്രാക്റ്റഡ് മീ ഇൻ ഫ്രണ്ട് ഓഫ് മൈ ക്ലാസ് ടീച്ചർ. ടീച്ചറേ ഇല്ല, ടീച്ചർ അല്ലേ. ഹി ഡിട്രാക്റ്റഡ് മീ, ബിലിറ്റിൽ മീ അല്ലേ. ദ ബിലീഫ് ഇൻ ബ്ലാക്ക് മാജിക് സ്റ്റിൽ പ്രിവെയിലിംഗ്. ദ അനുപമത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ദ ബിലീഫ് ഇൻ ബ്ലാക്ക് മാജിക് ഈസ് സ്റ്റിൽ പ്രിവെയിലിംഗ്. അവിടെ ഈസ് വേണോ, ഇല്ലെങ്കിൽ ഓക്സിലർ വെർബ് ഇല്ലെങ്കിൽ തെറ്റൂട്ടോ ഐശ്വര്യ. മിസ്റ്റേക്സ് മേക്സ് മാൻ പെർഫെക്റ്റ് നദീഷ. പിന്നല്ല. The billboards along the streets were removed as per the court mandate. Great. Their concentration, oh God, into their conversation on a grave concern was detracted to that of their garbs. ഇന്ന് എനിക്കും പ്രശ്നമാണ് റീഡിങ്ങിൽ. നോട്ട് റീഡിംഗ് ന്യൂസ് പേപ്പർ may detract the level of one's English. സത്യം. By extending the mandatory things will make you delay in all extent of life. Okay. People who believe in black magic still prevails today. ഉണ്ട്. ആന്റിതീസിസ് വെച്ചൊരു സെന്റൻസ് പറയാമോ? ആന്റിതീസിസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ his proposal was antithesis to mine എന്ന് പറയാം. That's it. Center's implication to impose Hindi is protested by Karnataka and Kerala government. തമിഴ്നാടും ഉണ്ട്. തമിഴ്നാടും അല്ലേ. സ്റ്റാലിൻ പറഞ്ഞു വേണ്ട, അടുത്തൊരു വോറിന് വേണ്ടിയിട്ട് നിൽക്കണ്ടെന്ന് അല്ലേ. തമിഴ്നാട്ടുകാർക്ക് ഭാഷ വിട്ടിട്ടൊരു കളിയില്ല. Many sources are cropping up today towards left government. I think it will detract the public referendum in the forthcoming election. Yes. Because of his attitude towards officers, he would not mandate from the test. Great. The refugees were found in deplorable conditions wearing tattered garbs. The prevailing laws of a country are not enough to detract crimes that are happening nowadays. Great. We get mandate from college principal. Oh, Rintu. To conduct the arts festival. Great. Curbing of the supporting documents are mandatory to avoid forgery. Great. When he detracted my aspirations, oh God, ഇന്ന് എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇന്ന് മടി പിടിച്ച് എണീറ്റ്. I decided to walk out from our relationship. That's great. The speaker detracted from the subject. Don't think you can always detract the bully and bully things in the presence of my any mass. You know why? Because I have an extra bond. Great. I'm Cherian. Hi Cherian. കുറേ ആയി ഇപ്പോൾ കണ്ടിട്ട്. ചെറിയ നാൾ ഇടയ്ക്ക് വന്ന് പോവായിരുന്നു. പിന്നെ ചെറിയ ഞാൻ കുറേ നാളായി കണ്ടിട്ട്. Welcome back. The prevailing verdict of MVD is onerous to follow അല്ല, to be followed വേണ്ടേ. പാസീവായിട്ട് കൊടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും to be followed കൊടുക്കുക. The prevailing verdict of MEV is onerous to be followed by tourist bus honors. Passive infinitive. വിനു നമ്മൾ പഠിച്ചതല്ലേ passive infinitive, അത് വേണം ഇവിടെ. Arts always foreground the product. Yes. Superstitions still prevails അല്ല, prevail. Superstitions, അന്ധവിശ്വാസങ്ങൾ. നന്ദിച്ച, plural subject, plural verb. Prevail in our society. The prevailing politicians are running behind money. Yeah. The garbs of the function selected by my teacher. The garbs of the function is
selected by my teacher. Verb എവിടെ പോയി കുട്ടിയെ? ഐശ്വര്യ, verb do. Malayali ghosts are often seen garbed in white sarees. അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അല്ലേ? ഓർമ്മിപ്പിക്കല്ലേ. The rescue team was detracted from the path because of their faulty instruments. Great. The lady grabbed a lot of garb to garb. All right. It is unbelievable that a case had proved by a garb of victims. The prevail situation, Latin 2, the prevailing situation in Kerala is horrible. V1 ഒരിക്കലും adjective ആയിട്ട് ഉപയോഗിക്കില്ല കേട്ടോ. The prevailing situation എന്ന് കൊടുക്കണം. Latin 2 കാര്യം existing situation, അതാണ് prevailing. Prevail verb അല്ലേ? Adjective ആകുമ്പോൾ ing ഫോം ഉപയോഗിക്കാം, V3 ഫോം ഉപയോഗിക്കാം, V4 and V3 ഉപയോഗിക്കാം. To detract, അല്ലല്ല. Some friends try to detract me in front of others, then also I prevail with them. To detract the effects of prevailing superstitions, mandate laws have to be established. Great. Mandate laws അല്ല, mandatory laws, നിർബന്ധിതമായ laws കേട്ടോ. Mandatory. ഇവനെ adjective mandatory ഉണ്ട്. Verb and noun ആയിട്ടാണ് mandate ഉപയോഗിക്കാം. അതിന്റെ adjective ആണ് mandatory കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോണേ. Adjective. Sometimes it is good to detract people from unwanted talks. Yes. പിന്നെയും തെറ്റി. ശമ്പൂണൻ 2 അല്ലേ? The mandate provided by her father while purchasing the grab made her sad. സുഖാണോ ജോമി? അത് മതി. Great. Some students detract their studies using social media. The advocate tried to detract the crime of culprit before the court. The public mandate comes in favor of the ruling party. I think her garbs are so costly. All right. She looks drop dead gorgeous after putting on her new garbs. Great. In certain colleges, teaching students are always instructed to wear only some type of garbs, and I disagree with that concept. യൂണിഫോമിനെ ഇല്ലേ, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ആവണം, അങ്ങനെയാണ് എല്ലാ കാര്യത്തിലുണ്ട്. നമ്മുടെ ഡ്രസ്സിങ് സെൻസ് അല്ലേ, നമ്മുടെ ഡ്രസ് കോഡ് കയറി ഇടപെടുന്നത് അല്ലേ മോശമാണെന്ന്. ശരി. യെസ്. നന്ദിഷ, വി നീഡ് ടു ഡിട്രാക്ട് അവർ മിസ്റ്റേക്സ്. വേണം അല്ലേ, നമുക്ക് കുറയ്ക്കണോടാ അല്ലേ, നമുക്കിത് കുറയ്ക്കണം. മിസ് പ്രിവെയിലിന് കറണ്ട് എന്നുള്ള മീനിങ്ങും ഇല്ലേ? അപ്പോൾ ദ പ്രിവെയിൽ കറണ്ട് എന്നുള്ള മീനിങ് ഉണ്ട്, പ്രിവെയിലിന് കറണ്ട് എന്ന മീനിങ് ഇല്ല. പ്രിവെയിലിങ്ങിനാണ്, നോക്കിക്കേ ചിൻറ്റു, പ്രിവെയിലിങ്ങിനാണ് കറണ്ട് എന്ന മീനിങ് ഉള്ള. പ്രിവെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക, എക്സിസ്റ്റ് ചെയ്യുക എന്നാണ്. കറണ്ട് എന്ന മീനിങ് ഇല്ല കേട്ടോ, ഓർത്തണം. വേർബും അഡ്ജക്റ്റീവും 2 അല്ലേ, അത് ഓർത്തണം. യൂസേജ് തെറ്റല്ല. അപ്പം ആക്റ്റീവ് bullying students in classes prevailing amongst teachers. Yes. In spite of the prevailing mandate given by the MVD, tourist buses are still playing on our roads അല്ലേ, with the retrofitted lights and high decibel music systems ഉണ്ട്. ഗാബ് കാഷ്വൽ യൂസേജ് ആണോ? ഗാബ്സ് കാഷ്വൽ യൂസേജ് അല്ല, ഇൻഫോർമൽ അല്ല, അത് അല്ലാതെയും പറയാം കേട്ടോ. വേർബായിട്ട് നൗണായിട്ട് ഉപയോഗിക്കാം കേട്ടോ. സ്റ്റുഡൻസ് ഷുഡ് ഡിട്രാക്ട് ദ സ്ലീപ്പിംഗ് ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺ സ്റ്റഡീസ്. യെസ്, ഓക്കെ, നമുക്കത് ഡിട്രാക്ട് ചെയ്തേക്കാം അല്ലേ. നമുക്കിപ്പോൾ ആർട്ടിക്കിളോട്ട് പോകാൻ താമസിപ്പിക്കേണ്ട. നമ്മുടെ VFAയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കാലം ചോദിച്ചാണ് നമ്മുടെ VFAയുടെ ബാച്ച്. സെപ്പറേറ്റ് ആയിട്ട് VFA, ബെവ്കോ, LDCക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം ജോയിൻ ചെയ്യും. 31-ാം തീയതി നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കും കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മൾ 10th മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. നമ്മൾ പ്രിലിംസ് കഴിഞ്ഞു, ഇനി മെയിൻസിന് ഞാൻ എഴുതും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിച്ചു തുടങ്ങാം. പഠനം ഒരിക്കലും വേസ്റ്റ് ആവത്തില്ലല്ലോ. 2240 രൂപയാണ് കോഴ്സ് ഫീ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. അതുപോലെ ഷോഫർ പോസ്റ്റും ട്രാൻസ്ലേറ്റർ പോസ്റ്റും അപ്ലൈ ചെയ്തിട്ട് പഠിക്കാത്തവരുണ്ടെങ്കിൽ വേഗം വരെ ജോയിൻ ചെയ്യുക. 1950 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാം. കോഡ് മറക്കണ്ട, Y314. അപ്പോൾ നമുക്ക് പോകാം നമ്മുടെ ആർട്ടിക്കിളിലോട്ട് കേട്ടോ. സ്പ്ലിറ്റ് ഓവർ ഹിജാബ്. ഹിജാബിന്റെ പേരും പറഞ്ഞ് തർക്കം എന്താണെന്ന് നമുക്ക് നോക്കാം. All right, some YouTubers retract some celebrities' values in public. Yes, അതിപ്പോൾ തമാശക്കാരെല്ലാവരും അങ്ങനെയാണല്ലോ, comedians എല്ലാവരും. Practice helps us detract our mistakes. Great. അപ്പോൾ പിള്ളേരെ ഒരു ലൈക്ക് ഇട്ടേ. പിള്ളേരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക. അത് വൊക്കാബ് മനസ്സിലാക്കി ഒരു തംസ് അപ്പ് ഇടുക കേട്ടോ. റൈറ്റ്. CGL Tier 1 വേണ്ടി മാത്രമാണോ? അല്ലല്ല, രണ്ടിനും കൂടിയാണ്. Tier 1 and Tier 2 കേട്ടോ. Tier 1 and Tier 2 വേണ്ടിയിട്ടാണ് കേട്ടോ. അഫ്സു ധൈര്യമായിട്ട് ജോയിൻ ചെയ്തു, ഒരു പ്രശ്നവുമില്ല കാര്യത്തിൽ കേട്ടോ. കാര്യം രണ്ട് മാംസ് എഡിറ്റോറിയൽ സെഷൻ ഓൾവേസ് ഡിട്രാക്റ്റഡ് മീ ഫ്രം മൈ സ്ലീപ്പ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഡിട്രാക്റ്റഡ് അല്ല, ഓൾവേസ് ഡിട്രാക്ട് മീ കൊടുക്കണം. പാസ്റ്റ് അല്ല, പ്രസന്റ് കൊടുക്കണം കേട്ടോ. ആദിത്യ, രണ്ട് മാംസ് അപ്പസ്ട്രോഫി കൊടുക്കണം. എഡിറ്റോറിയൽ സെഷൻ ഓൾവേസ് ഡിട്രാക്ട് മീ. റെജിനെ എവിടെ ആയിരുന്നു മുത്തേ അല്ലേ? ഇന്ന് കണ്ടില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ഓർത്ത്. പിന്നെ വിചാരിച്ച് മെസ്സേജൊക്കെ അയക്കുമായിരിക്കും. ഇന്ന് നിന്നെ കണ്ടില്ലെങ്കിൽ നീ ഉറപ്പായിട്ട് എനിക്ക് ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുമ്പോൾ ബാക്കി റിപ്ലൈ കൊടുക്കാമെന്ന്. ഡെസ്പൈറ്റ് കോസ്റ്റ്ലി ഗ്രാബ്, ഷീ കുഡ്ന്റ് അല്യൂർ ദ ജഡ്ജസ് ആൻഡ് ഓഡിയൻസ് വൈൽ അപ്പിയറിംഗ് ദ ഫാഷൻ ഷോ. ഗ്രേറ്റ്. യെസ്, അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ഹിജാബ് ഇഷ്യൂ എന്താ നോക്കാം. ജസ്റ്റ് ലെറ്റ്സ് റീഡ് അല്ലേ.
The Supreme Court of India's verdict on headscarves case should not lead to denial of education rights. എന്തു ആയിക്കോട്ടെ, സുപ്രീം കോർട്ടിന്റെ ഡിസിഷൻ എന്തു ആയിക്കോട്ടെ, വേർഡിക്റ്റ് ഒരിക്കലും ഹെഡ്സ്കാർഫിനെ പറ്റിയുള്ള വേർഡിക്റ്റ് ഒരിക്കലും എന്തിനു വേണ്ടി ആവരുത്? ഡിനയലിന് കാരണമായിരുന്നു. എഡ്യൂക്കേഷൻ റൈറ്റ്സ് എടുത്ത് മാറ്റരുത് അല്ലേ, അത് നിരസിക്കാൻ പാടില്ല. ഡിനയൽ എന്ന് പറഞ്ഞാൽ നിരസിക്കുക അല്ലേ. നമുക്കൊരു എഡ്യൂക്കേഷൻ റൈറ്റ് ഉണ്ട്, ആ എഡ്യൂക്കേഷൻ റൈറ്റ് എടുത്ത് മാറ്റുന്ന രീതിയിലായിരിക്കും സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ്. അതിൽ മാത്രമാണ് ഓതർ പറയുന്നത്. സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് എന്തു ആയിക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷേ ഹെഡ്സ്കാർഫിനെ പറ്റിയുള്ള വിധി ഒരിക്കലും നമ്മുടെ എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ, നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷനെ ബാധിക്കാൻ പാടില്ല, അത് ഡിനൈ ചെയ്യാൻ പാടില്ല എന്ന രീതിയിലാണ് ഓതർ പറയുന്നത്. Let's give it a read. Okay, a two-judge bench of Supreme Court has been unable to resolve the conflict between a girl student's freedom to wear a headscarf and the state's interest in keeping schools a place of equality and secularism. It is unfortunate that a clear verdict did not emerge from the elaborate arguments advanced before the court for and against the Karnataka government's bar on wearing of the hijab. The split verdict perhaps reflects a division in the wider society on issues concerning secularism and നോക്കാം. അപ്പോൾ രണ്ട് ആൾക്കാരുടെ ബെഞ്ച്, 2 പേരുടെ കൂടിയ ബെഞ്ച് സുപ്രീം കോർട്ട് അനുമതി കൊടുത്തിട്ട് നമ്മുടെ ഹിജാബ് ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. പക്ഷേ അതിന് പോലും ദേ ആർ അൺഎബിൾ ടു റിസോൾവ് ചെയ്യാൻ പറ്റിയില്ല അവർക്ക്. ഈ പറയുന്ന ഗേൾ സ്റ്റുഡൻറ്റിൻ്റെ ഫ്രീഡം ടു വെയർ ഹെഡ് സ്കാർഫ് അല്ലെ, ഒരു ഹെഡ് സ്കാർഫ് ധരിക്കാനുള്ള ഫ്രീഡം ഉണ്ടോ വേണ്ടിയോ എന്നുള്ളതിന് കയറി ആ കാര്യത്തിലൊരു റെസൊല്യൂഷൻ കൊണ്ടുവരാൻ, ഒരു തീരുമാനം കൊണ്ടുവരാൻ, ജഡ്ജ്മെന്റ് കൊണ്ടുവരാൻ നമ്മുടെ 2 അംഗ ബെഞ്ച് സുപ്രീം കോടതിന് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ഇത്തിരി നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്യാണ്. ആൻഡ് ഈ പറയുന്ന സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ്, കർണാടക സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റും കൂടെ നമ്മളിതിൽ ഒന്ന് നോക്കണം, ഒന്ന് അനലൈസ് ചെയ്യണം. കാര്യം വെച്ചാൽ കീപ്പിംഗ് സ്കൂൾസ് എ പ്ലേസ് ഓഫ് ഇക്വാളിറ്റി, ഇവർ ഉദ്ദേശിക്കുന്നത്രേ ഉള്ളൂ നമ്മുടെ സ്കൂൾ, ഇവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നത് കറക്റ്റാണ്. കാര്യം ഇവർ ചിന്തിക്കുന്ന സ്കൂൾ ഇക്വാളിറ്റി ആൻഡ് സെക്യുലറിസം, അവിടെ യൂണിഫോം കൊണ്ടുവരുന്ന എല്ലാവരും ഒരുപോലെ ആവണം, അവിടെ കുറച്ച് ഭാഗക്കാർ മാത്രം ഹെഡ് സ്കാർഫ് ധരിക്കരുത്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ അത് അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയാണ്. പക്ഷെ വേറൊരു ഇതുണ്ട്, ഈ റിലീജിയസ് ഇഷ്യൂസ് ആർ ഓൾവേസ് സെൻസിറ്റീവ് അല്ലേ. ഇത് ഹിജാബ് ഇസ് ഓൾവേസ് സിമ്പിൾ ഓഫ് റിലിജൻ ആണ്, അല്ലാതെ നമുക്ക് ഒരിക്കലും വേറൊരു ഇറ്റ്സ് നോട്ട് എ റിലിജൻ ഓഫ് വാല്യൂ, ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ഓഫ് വാല്യൂ, ഇറ്റ്സ് ഓൾ അബൌട്ട് റിലിജൻ ആണ്. നോക്കാം, ശരിക്കും പറഞ്ഞാൽ വളരെ നിർഭാഗ്യപരമായ ഒരു കാര്യമാണ് ഒരു ക്ലിയർ വേർഡിക്റ്റ് ഇതിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. കാര്യം ഇത്രയും എലാബറേറ്റ് ആണെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സും അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കോർട്ടിന് മുമ്പിൽ ഫോർ ആൻഡ് അഗൈൻസ്റ്റ് കർണാടക ഗവൺമെന്റുമായിട്ട് വന്നു. ഗവൺമെന്റ് ബാർ ചെയ്ത ഈ ഇഷ്യൂവിനെ പറ്റി ഫോർ ആൻഡ് അഗൈൻസ്റ്റ് ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാര്യം ഈ സ്പ്ലിറ്റ് വേർഡിക്റ്റ് രണ്ട് തോണിയിലാണ് നിൽക്കണം. ഇപ്പോൾ കാര്യം 2 തോണി ഇൻ ദ സെൻസ് ഒരാൾ വേറൊരു സ്ഥലത്തും മറ്റൊരാൾ ഒരു സ്ഥലത്ത് 2 തീരത്താണ് നിൽക്കുന്നത്. അങ്ങനെ 2 തീരത്ത് നിൽക്കുന്ന 2 പേരും അക്കരെ ഇക്കരെ നിൽക്കുന്നത്. കാര്യം അതൊരു ഡിവിഷനാണ്. അവിടെ ഡിവിഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ സൊസൈറ്റിയിൽ എത്രത്തോളം ഡിവിഷൻ, എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട് ഇൻ കൺസേണിങ് സെക്യുലറിസം, ഇഷ്യൂസ് ഓഫ് സെക്യുലറിസത്തിന്റെ കാര്യത്തിൽ, മതനിരപേക്ഷത എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനമില്ലേ, ആൻഡ് മൈനോറിറ്റീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ, മൈനോറിറ്റീസിന്റെ ഭാഗത്തിലുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ എത്രത്തോളം concerns, issues ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കി കാണേണ്ടത്. Justice Hemant Gupta, rejecting the idea that hijab could be worn in addition to the uniform, has held that permitting one community to wear religious symbols to class will be the antithesis of secularism. Justice Sudhanshu Dhulia, on the other hand, has ruled that asking to remove the headscarf at an institution's gates is an invasion of their privacy and dignity. The issue is why a headscarf that does not interfere with the uniform cannot be a matter of choice without being a target of hostile discrimination, and whether the hijab is going to be used to deny girls students their right to education. Justice Dhulia represents this viewpoint when പറഞ്ഞു എന്താ വെച്ചാൽ 2 പേരെ പറ്റിയാണ് പറയുന്നത്, നമ്മുടെ 2 അംഗ ബെഞ്ച് അല്ലെ, 2 അംഗ ബെഞ്ചുകാരെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത പറയുന്ന വെച്ചാല് അദ്ദേഹം ഈ ഐഡിയ റിജക്റ്റ് ചെയ്തിട്ടുകൊണ്ട് പറയാണ്, ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് അല്ലേ നമ്മളൊരു യൂണിഫോമിന്റെ കൂടെ ഹിജാബ് ധരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ പെർമിറ്റിംഗ് വൺ കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റിക്ക് പെർമിഷൻ കൊടുക്കുകയാണ് റിലീജിയസ് സിമ്പിൾസ് ധരിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ ഹിജാബ് എപ്പോഴും റിലീജിയസ് സിമ്പിൾ ആണ്, അതിൽ വേറൊരു വ്യത്യാസമില്ല. അപ്പോൾ ക്ലാസ്സിൽ ധരിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എൻ ആന്റി തീസിസ് ടു സെക്യുലറിസം. അവിടെ സെക്യുലറിസം അല്ലല്ലോ, ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം സ്പെഷ്യൽ പ്രിഫറൻസ് കൊടുക്കുകയാണ്. നിങ്ങൾ ഹിജാബ് ധരിച്ചോളൂ കേട്ടോ, അപ്പൊ നിങ്ങൾ മുസ്ലിംസ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലോ ആണ് ഹേമന്ത് ഗുപ്തയുടെ വാദം. എന്നാൽ അതേ സമയത്ത് നമ്മുടെ സുധാൻഷു ധൂലിയയുടെ ആണെങ്കിൽ
അങ്ങേരുടെ വാദം എന്താ വെച്ചാൽ നോക്കിക്കേ, പുള്ളിയുടെ വാദം എന്താ വെച്ചാൽ പുള്ളി പറയുന്നത് എന്തും ആയിക്കോട്ടെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു ഹിജാബ്, വെറും ഒരു ഹിജാബ് തലയിൽ ധരിച്ചു എന്ന് വിചാരിച്ച് എന്താണ് മാനം ഇടിഞ്ഞു പോവോ? അതാ പുള്ളി ചോദിക്കണേ അല്ലേ. അതും ആ ഹിജാബ് ധരിച്ച ആ കുട്ടിയെ, ഹിജാബ് ധരിച്ചു വന്ന ഒരു കുട്ടിയുടെ ഹെഡ് സ്കാർഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗേറ്റിൽ വെച്ചിട്ട് ഊരിപ്പിക്കുക എന്ന് പറയുമ്പോൾ, ഊരാൻ വേണ്ടി നിർബന്ധിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ഇൻവേഡിങ് ഇൻ ദ പ്രൈവസി. രണ്ട് റൈറ്റിനെ പറ്റി ഇവിടെ സംസാരം. പ്രൈവസി ആൻഡ് ഡിഗ്നിറ്റി, ഒരാളുടെ ഡിഗ്നിറ്റി, ഒരാളുടെ പ്രൈവസി കയറി നിങ്ങൾ ഇടപെടേണ്ട കാര്യം എന്താ അല്ലേ? അതാണ് സുധാൻഷു ദുലിയ പറയണേ അല്ലേ. അത് ആന്റി തീസിസ് ആണെന്ന് പറയുമ്പോൾ ഈ പുള്ളി പറയുന്നു പ്രൈവസി ആൻഡ് ഡിഗ്നിറ്റി ഇൻവേഡ് ചെയ്യുന്നു. രണ്ട് റൈറ്റ്സിനെ പറ്റി നമ്മളിവിടെ സംസാരിക്കുന്നത്. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ഇറ്റ് അല്ലേ. ഇതിൻ്റെ ആ ഒരു രണ്ട് സെൻസിൽ എടുക്കണേ. ഒരു പെർസ്പെക്റ്റീവിൽ സബ്ജക്റ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്, പല പെർസ്പെക്റ്റീവിൽ എടുത്ത് നോക്കുക. അപ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഐഡിയ കേട്ടോ. അപ്പോൾ ഈ ഇഷ്യൂ എന്താ വെച്ചാൽ നമുക്ക് ഇതൊന്നും അല്ലേ, ഓദർ പറയുന്നതാണ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഹെഡ് സ്കാർഫ് ധരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഇന്റർഫിയർ ചെയ്യുന്നില്ല, യൂണിഫോമിൽ ഒരു തരത്തിലും ബാധിക്കാത്തൊരു കാര്യമാണ്. ഞങ്ങൾ പയ്യെ അവിടെ ധരിച്ചിട്ട് പൊക്കോളാം എന്നൊരു സാധനമാണ് ഹെഡ് സ്കാർഫ്. യൂണിഫോമിൻ്റെ ധരിക്കുമ്പോൾ യൂണിഫോമിൽ ഒരു ബാധ വരുന്നില്ല. അതൊരു ചോയ്സ് അല്ലേ. എനിക്ക് വേണമെങ്കിൽ ധരിക്കാം, വേണ്ടേ ധരിക്കണ്ട അല്ലേ. അതൊരു ഡിസ്ക്രിമിനേഷൻ്റെ ടാർഗറ്റായിട്ട് നിൽക്കണോ അല്ലെ, ഒരു ഹോസ്റ്റൈൽ ഡിസ്ക്രിമിനേഷനെ ടാർഗറ്റായിട്ട് വെക്കണോ ഇങ്ങനെ? അതല്ലേ ഈ പ്രശ്നം. അങ്ങനെ വെക്കുമ്പോഴല്ലേ, അങ്ങനെ ഒരു മാറ്റർ ഓഫ് ചോയ്സ് ആയിട്ട് എടുക്കാതെ അതിനൊരു ടാർഗറ്റ് ഓഫ് ഹോസ്റ്റൈൽ ഡിസ്ക്രിമിനേഷൻ ആക്കി വെക്കുന്നതല്ലേ പ്രശ്നം എന്ന് ഇവിടെ ആര് കൊടുക്കുകയാണ്? നമ്മുടെ ഓതർ പറയാണ്. ആൻഡ് പിന്നെ മാത്രമല്ല ഈ ഒരു ഹിജാബ് ഇഷ്യൂ വരുന്നത് കൊണ്ട് ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ റൈറ്റ് ടു എഡ്യൂക്കേഷനെ ഡിനൈ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബ്രൂട്ടൽ വൺ അല്ലെ, വല്ലാത്തൊരു ഇഷ്യൂ ആകാൻ പോവാണത്. അതാണ്. മാത്രമല്ല നമ്മുടെ ജസ്റ്റിസ് ദുലിയ പറയുന്ന ഇതാണ്, അതേതൊരു വ്യൂ പോയിന്റ് ഇതാണ്. when he asserts that discipline should not be at the cost of freedom. ഡിസിപ്ലിൻ വന്നോട്ടെ, നമുക്ക് ഡിസിപ്ലിൻ ഇമ്പോർട്ടൻസ് കൊടുത്തോട്ടെ, കുഴപ്പമില്ല. ബട്ട് ഇറ്റ് മസ്റ്റ് നോട്ട് ബി അറ്റ് ദ കോസ്റ്റ് ഓഫ് ഫ്രീഡം. ഒരാളുടെ ഫ്രീഡം, എൻ്റെ എന്താ പറയാ, ഫ്രീഡം, എൻ്റെ അമ്മയും അതിന് മലയാളം പോലും എനിക്ക് കിട്ടുന്നില്ല. അപ്പം മനസ്സിലായി, ഫ്രീഡം അറിയാലോ. അപ്പം ഒരാളുടെ ഫ്രീഡത്തിനെ മുതലെടുത്തുകൊണ്ടായിരിക്കുന്നത് ഡിസിപ്ലിൻ. അതിന് വില കൊടുക്കരുത് അല്ലേ. നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ മാറ്റിക്കൊണ്ട് ഫ്രീഡത്തിന് കൊടുക്കുന്നതിന് ഈസ് നോട്ട് റൈറ്റ് എന്നാണ് പറയുന്നത്. സ്കൂളിലൊക്കെ പറയുന്നത് തന്നെയല്ലേ, കോളേജിൽ അതൊക്കെ തന്നെയല്ലേ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലേ, അതാണ് കാര്യം. എനിക്ക് ക്ലാസ് ഇരിക്കാൻ താല്പര്യമില്ല, എന്നെ പിടിച്ച് ക്ലാസ് ഇരുത്തുക, അതെൻ്റെ ഫ്രീഡത്തിന് നിങ്ങൾ ഇതാക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദർ ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ. അപ്പോൾ എനിവേസ്, when he wonders why a girl child wearing a hijab should be public order problem and declares that reasonable accommodation of this practice will be a sign of a mature society. He also emphasizes the position of girl students who have to overcome greater odds than boys to get an education. അപ്പോൾ മാത്രമല്ല, ദുലിയയെ സംബന്ധിച്ചിടത്തോളം ദുലിയ ഭയങ്കര സീരിയസ് ആയിട്ട് കാര്യത്തെ പറ്റി പറഞ്ഞ കാര്യം, ഒരു പെൺകുട്ടി നമ്മുടെ ഹിജാബ് ധരിച്ചിരിക്കുമ്പോൾ എന്തിനാണ് ഇത് വലിയൊരു പബ്ലിക് ഇഷ്യൂ, എൻ്റെ അമ്മേ ഇത് അയ്യോ ഹോമം വേണം അല്ലെ, ഇന്ത്യയിലെ പ്രശ്നം മൊത്തത്തിനും കാരണം ഹിജാബ് ധരിക്കുന്ന എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അതൊരു റീസണബിൾ അക്കോമഡേഷൻ അല്ലല്ലേ. എന്തിനാ അത് മെച്യൂർ സൊസൈറ്റിയുടെ സൈനും അല്ല, അങ്ങനത്തെ ഒരു പ്രാക്ടീസ് അല്ല. അതിൽ കയറി ഇടപെടുമ്പോൾ അത് മെച്യൂർ സൊസൈറ്റി ആയിട്ട് നമ്മൾ കാണുന്നില്ല. അതാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ സിക്കാർ ഒരിക്കലും ടേബൻ അവരഴിക്കില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നു. അതാണ് അവരുടെ റിലീജിയസ് ഇതാണ്. അപ്പോൾ അവർക്കതാണ് ഇഷ്ടമെങ്കിൽ ലെറ്റ് ദം ഡു ഇറ്റ് അല്ലേ. എനിക്കിപ്പോൾ ഹിജാബ് ധരിക്കുന്ന ഇഷ്ടം അല്ലെങ്കിൽ ലെറ്റ് മീ ഡു ഇറ്റ്. എനിക്ക് ഹിജാബ് ധരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ലെറ്റ് മീ ഡു ഇറ്റ്. അതെൻ്റെ ഇഷ്ടം എന്ന് പറയണം എന്നാണ് ദുലിയയുടെ അഭിപ്രായം അല്ലേ. സോ പിന്നെ മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഗേൾ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അന്നും ഇന്നും ഗേൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് ദാൻ ബോയ്സ് ഒരു എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ട് വരുന്നത്. അത് ശരിക്കും നമ്മുടെ നാട്ടിലുള്ളതാണ്. ഇപ്പോഴും ഇക്വാളിറ്റി ഉണ്ട്, അതുണ്ട്, ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ദാറ്റ് ഈസ് വാട്ട് ഹീസ് ഫോക്കസിങ് ഓൺ. ജസ്റ്റിസ് ഗുപ്ത, അതേസമയത്ത് ഗുപ്തയെ പറ്റി നമുക്ക് നോക്കാം. ഓൺ ദ അതർ ഹാൻഡ് has foregrounded equality and discipline as essential hallmarks of a secular institution in a diverse country and rules that the government violates no constitutional principle when enforcing a prescribed uniform. He goes to the extent of. അപ്പോൾ ഗുപ്ത പറയുന്നു, ഗുപ്ത പറഞ്ഞാൽ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗുപ്ത പറയുന്നത് ഇങ്ങനെയാണ്. അതേസമയത്ത് ഇയാൾ പറയുന്നു നമ്മുടെ ഇന്ത്യയുടെ എസെൻഷ്യൽ ഹോൾമാർക്കായിട്ട് ഒരു സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷന്, ഡൈവേഴ്സ് കൺട്രിയിൽ ഒരു സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷന് ഫോർഗ്രൗണ്ട് ആയിട്ട് നിൽക്കുന്ന രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് ഇക്വാളിറ്റി ആൻഡ് ഡിസിപ്ലിൻ. അത് രണ്ടും എസെൻഷ്യൽ ഹോൾമാർക്സ് ആയിട്ട് നിൽക്കുമ്പോൾ ഇക്വാലിറ്റി വേണമെങ്കിൽ ഒരാൾക്ക് മാത്രം എന്താ സ്പെഷ്യാലിറ്റി അല്ലേ, അവർക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ എന്നാണ് ഗുപ്തയുടെ വാദം. ഓക്കെ, അതാണ് ഗവൺമെന്റ്. അപ്പോൾ അത് ആൻഡ് റൂൾസ് ദാറ്റ് ഗവൺമെന്റ് വയലേറ്റ്സ്. അപ്പോൾ ഗവൺമെന്റ് വയലേറ്റ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം കൊടുക്കുമ്പോൾ അല്ലെ, വെൻ എൻഫോഴ്സിങ് എ പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനെപ്പറ്റിയാണ് ഇവർ പറയുന്നത്. മാത്രമല്ല ഇയാൾ ഈ ഒരു പരിധിവരെ പോവാണ് ഓഫ് സെയിങ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഗോൾ ഓഫ് ഫ്രറ്റേണിറ്റി വുഡ് ബി ഡിഫീറ്റഡ് ഇഫ് സ്റ്റുഡൻസ് ആർ പെർമിറ്റഡ് ടു ക്യാരി ദർ അപ്പാരന്റ് റിലീജിയസ് സിംബൽസ് ടു ദം വിത്ത് ദ ക്ലാസ് റൂം.
നിങ്ങൾ റിലീജിയസ് സിമ്പിൾസ് ധരിച്ചുകൊണ്ട് ക്ലാസ്സിൽ വരുമ്പോൾ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മതം നോക്കാതെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് ധരിക്കുന്നത് അല്ലെ? റിലീജിയസ് സിമ്പിൾസ് സ്കൂളിലോ ക്ലാസ്സുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ധരിച്ചുകൊണ്ട് വരുമ്പോൾ മതത്തിന്റെ സിമ്പിൾ അവിടെ വരികയല്ലേ എന്നാണ് അല്ലെ? തട്ടം ധരിച്ച കുട്ടി എന്ന് പറയുന്ന മുസ്ലിമാണ് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ അല്ലെ, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. കുറി തട്ടുകൊണ്ട് വരുവാണെങ്കിൽ അവൻ ഹിന്ദുവാണ്. അങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ നമ്മൾ അല്ലെ കണ്ടുകൊണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ പിന്നെയാണ് നമ്മുടെ വീക്ഷണം മാറി വന്നത്. സോ അതിനെ പറ്റിയാണ് ഈ ഗുപ്ത. അപ്പോൾ ഇദ്ദേഹം പറയുന്നതിന് ഒരു കാര്യമുണ്ട് കേട്ടോ, നമുക്ക് കൃത്യമായിട്ട് അതിനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. രണ്ട് രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിലൊരു പോയിന്റ് ഇല്ലേ? ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ് കേട്ടോ. രണ്ട് പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ചിന്തിക്കണം, മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുക കേട്ടോ. ദ സ്പ്ലിറ്റ് വേർഡിക്റ്റ് ഹാസ് ഗിവൺ റൈസ് ടു ദ ക്വസ്റ്റ്യൻ ഓഫ് വെദർ മാറ്റേഴ്സ് ഓൺ വിച്ച് ഒപ്പീനിയൻസ് കുഡ് ബി ഷാർപ്ലി ഡിവൈഡഡ് ആൻഡ് ഹാവ് സിഗ്നിഫിക്കന്റ് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഷുഡ് ബി പ്ലേസ്ഡ് ബിഫോർ ഡിവിഷൻ ബെഞ്ചസ് ഓഫ് ഈവൻ നമ്പർ. In the prevailing political climate, the Karnataka government mandating either a prescribed uniform or any dress that was in the interest of unity, equality and public order was seen as majoritarian assertion in the garb of enforcing secular norms, equality and discipline in educational institutions. പറഞ്ഞു വരുന്നത് തന്നെ വെച്ചാൽ, അപ്പോൾ ഇവിടെ ഒരു സ്പ്ലിറ്റ് വേർഡിക്റ്റ് വന്ന് നടക്കുകയാണല്ലോ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വേർഡിക്റ്റ് ഒന്നും തീരുമാനമായിട്ടില്ല അല്ലേ? വേർഡിക്റ്റ് ഇങ്ങനെ നിൽക്കുവാണ്, സ്പ്ലിറ്റ് വേർഡിക്റ്റ് നിൽക്കുവാണ്. അപ്പോൾ എന്താ അവിടുത്തെ ചോദ്യം എന്താണ്? ഇങ്ങനത്തെ ഒരു മാറ്റേഴ്സിൽ അല്ലേ ഷാർപ്ലി ഡിവൈഡ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് ഈ മാറ്റേഴ്സിന്. ഇങ്ങനെയുള്ളൊരു ഒപ്പീനിയൻ വന്നാൽ ഷാർപ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിന് സിഗ്നിഫിക്കൻറ്റ് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസും ഉണ്ട്, ചില പൊളിറ്റിക്കൽ കാര്യങ്ങളും കൂടെ അതിൽ വരും. അപ്പോൾ അതാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അങ്ങനെയാണ് ഇതിലോട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ്, ഇങ്ങനെ നമ്മുടെ ഒരു പ്രിവെയിലിംഗ് ആയിട്ടുള്ള ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ കർണാടക ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ മാൻഡേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നിർബന്ധിക്കുകയാണ് അല്ലെ, ഓതറൈസ് ചെയ്യുകയാണ്. ഐദർ ഒരു പ്രിസ്ക്രൈബ് യൂണിഫോം ഉപയോഗിക്കുക അല്ലെ, ഒരു പറയുന്ന സജസ്റ്റ് ചെയ്ത യൂണിഫോം ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ് കോഡ് ആയിക്കോട്ടെ, ദാറ്റ് വാസ് ആയിക്കോട്ടെ, എന്ത് ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റി ഇക്വാലിറ്റിയും പബ്ലിക് ഓർഡറും ഒക്കെ പോകുന്നു, ഏതെങ്കിലും ഡ്രസ്സ് ആയിക്കോട്ടെ, അപ്പോൾ പ്രശ്നമില്ല. അങ്ങനെയാകുമ്പോൾ പ്രശ്നമില്ല. യൂണിഫോം ഉള്ളപ്പോൾ അതനുസരിച്ച് ബിഹേവ് ചെയ്യണം എന്നാണ്. അങ്ങനെ ഒരു മെജോറിറ്റേറിയൻ അസേർഷൻ ഇൻ ദ ഗാർബ് ഓഫ് എൻഫോഴ്സിംഗ് സെക്യുലർ. ആ ഒരു ഇതിൻ്റെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ സെക്യുലറിസത്തിൻ്റെ നോം എൻഫോഴ്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ വരണമെന്നാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ പറഞ്ഞു വരുന്ന ഒരു അവസ്ഥ. കാര്യം നമ്മൾ ഇക്വാലിറ്റി ഡിസിപ്ലിൻ ഒക്കെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫോളോ ചെയ്യണമെങ്കിൽ അതല്ലേ വേണ്ടത്. ഒന്നെങ്കിലും ഒരു പ്രിസ്ക്രൈബ് യൂണിഫോം, അല്ലെങ്കിൽ ഏത് ഡ്രസ്സും ആയിക്കോട്ടെ, ഏത് ഡ്രസ് കോഡും ആകാം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ എന്നാണ് ഇവിടെ ഒരു വാദം. A verdict that legitimizes this non-inclusive approach to education and a policy that may lead to denial of opportunity to Muslim women will not be in the country's interest. Reasonable accommodation should be the course as long as hijab or anywhere religious or otherwise does not detract from the uniform. അപ്പോൾ പറഞ്ഞു വരുന്ന ഓർഡർ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഒരു വേർഡിക്റ്റ്, നമ്മുടെ ഒരു വിധി, ജഡ്ജ്മെൻറ്റ്, അത് ലെജിറ്റിമൈസ് ചെയ്യുകയാണ്, ലീഗലാക്കുകയാണ് അല്ലേ, അത് ലീഗലൈസ് ചെയ്യുകയാണ്. ഇങ്ങനൊരു നോൺ ഇൻക്ലൂസീവ് ആയിട്ടൊരു അപ്രോച്ച്, ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാത്തൊരു അപ്രോച്ച്, അങ്ങനെ ഒരു അപ്രോച്ചിനെ ഇല്ല ടു എഡ്യൂക്കേഷൻ, ഒരു എഡ്യൂക്കേഷനോടും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി വിമന് ഡിനയൽ കൊടുക്കുന്ന അതിന് വേണ്ടിയിട്ട് ഒരു അങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ ആൻഡ് ആ പോളിസി, ഇതുപോലൊരു പോളിസി എന്താ മുസ്ലിം വിമൻ്റെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഡിനൈ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമ്മുടെ കൺട്രിയുടെ ഇൻട്രസ്റ്റ് ആയിട്ട് വരാൻ പാടില്ല. എന്ത് പറഞ്ഞാലും അല്ലേ, ഹിജാബ് ധരിച്ചു എന്ന് പറഞ്ഞ് ആ പെങ്കൊച്ചിനെ സ്കൂളിൽ കയറ്റാതിരിക്കുമ്പോൾ അത് നമ്മൾ മൊത്തം മുസ്ലിം കമ്മ്യൂണിറ്റി, മുസ്ലിം വിമൻ എന്ന ഒരു ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാതിരിക്കുകയാണ്. അത് ഒരു ഡിനയലാണ് അവരോടുള്ളത്. അത് നമ്മുടെ കൺട്രിയുടെ ഇൻട്രസ്റ്റ് ആയിട്ട് ഒരിക്കലും നിൽക്കാൻ പാടില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയാണ് നമ്മൾ ചിന്തിച്ചെടുക്കേണ്ടത്. ഒരു റീസണബിൾ അക്കോമഡേഷൻ, എങ്ങനെയാലും റീസണബിൾ ആയിട്ട് ലോജിക്കലായിട്ട് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യണം എല്ലാവരെയും അല്ലേ, അത് കൊണ്ടുവരണം. അതിപ്പോൾ എനിവെയർ ആയിക്കോട്ടെ, റിലീജിയസ് ആയിക്കോട്ടെ, അല്ലാതെ ആയിക്കോട്ടെ, അതൊരിക്കലും യൂണിഫോമിൽ നിന്ന് ഡിട്രാക്ട് ചെയ്യാത്ത രീതിയിൽ ആക്കണം എന്നാണ് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. അനലിറ്റിക്കൽ ആർട്ടിക്കിളാണ്, പക്ക അനലിറ്റിക്കൽ ആർട്ടിക്കിളാണ്. രണ്ട് സൈഡും പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ സി ഇൻസിസീവ് നേച്ചർ ഇവിടെ അല്ലേ, പിയേഴ്സീവായിട്ട് ഇൻസിസീവായിട്ട് കുത്തിക്കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു എവറി വൺ. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഒരു ഇതിട്ടെ, തംസപ്പ് ഇട്ട പിള്ളേരെ. സ്വാതന്ത്ര്യം, ഇപ്പോഴാണ് എനിക്ക് സ്വാതന്ത്ര്യം വയലോട്ട് വന്നത്. Some film actors believe that they can change the entire culture of us by grabbing clothes like Western women. All right. നാളെ എനിക്ക് IBPS എക്സാം. നാളെയാണോ PO? നന്ദിച്ച അടിപൊളിയായിട്ട് എഴുതുക കേട്ടോ, ഷെയറാക്ക്. നാളെ നിനക്ക് ലീവ് ഞാൻ തരും. ഓക്കെ 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 ഓക്കെ. She takes more time to to purchase her grabs alla garbs, Rosie, garbs. All right. MCQ ക്വസ്റ്റ്യൻസ് ഏത് എക്സാമിൻ്റെയാ? നമ്മുടെ ബാങ്ക് എക്സാംസിൻ്റെയും SSCയുടെ ഒക്കെ ഇതാണ്, CBT എക്സാമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നോക്കിക്കേ. Typically, conflicts come to an end either with an outright victory by one side, not through a negotiated settlement. Question answer പറയാമോ? വേഗം പറ.
Typically, conflicts come to an end either with an outright victory by one side, not through a negotiated settlement. Thumbs up, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ലീവ് ഗ്രാൻഡഡ്, പിന്നല്ല നന്ദിഷ. പറയൂ. ഐദർ വന്നോ അല്ലെ, ഐദർ വന്നോ, അവിടെ എന്ത് കൊടുക്കണം, ഓർ കൊടുക്കണം. ഐദർ ഓർ ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് എ കോറിലേറ്റീവ്. കോറിലേറ്റീവ് ഇപ്പൊ എല്ലാ ദിവസവും നമുക്ക് കോറിലേറ്റീവിന്റെ ക്വസ്റ്റൻസ് വരുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അപ്പോൾ നോട്ട് അല്ല, ഐദർ വിത്ത് ആൻ ഔട്ട്റൈറ്റ് വിക്ടറി ബൈ വൺ സൈഡ് ഓർ ത്രൂ എ നെഗോഷിയേറ്റഡ് ഇത് കണ്ടോ. ഐദർ ഓറിന് അത് കൃത്യമായിട്ട് വരാനുള്ള കാരണം കൂടെ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ ഓർ കഴിഞ്ഞിട്ട് ത്രൂ എന്ന പ്രപ്പോസിഷൻ, ഐദർ കഴിഞ്ഞിട്ട് ത്രൂ എന്ന പ്രപ്പോസിഷൻ, പാരലസും കീപ്പ് ചെയ്തിട്ടുണ്ട് ഐദർ ഓർ. അതുപോലെ തന്നെ ഐദർ ഓർ ഇസ് എ കോറിലേറ്റീവ്, ഓർത്തോണം, ഒരുമിച്ചേ വരാവുള്ളൂ. എക്സിസ്റ്റ് ഇൻ പെയർ, they exist in pair എപ്പോഴും കോറിലേറ്റീവ്സ് ഓർത്തോണം. So moving on, ഇന്നത്തെ ക്വസ്റ്റൻ ഇതാണ്, സിമ്പിൾ ക്വസ്റ്റൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഗുജറാത്ത് ഷോഡ് എ മെഗാ ഈവന്റ് ക്യാൻ ബി ഹോസ്റ്റ് വിതൗട്ട് splurging on infrastructure. ഗുജറാത്ത് നമുക്ക് എന്ത് കാണിച്ചു തന്നു? A mega event can be hosted without splurging on infrastructure. ഓക്കെ, അപ്പോൾ എടുത്തോ, സ്ക്രീൻഷോട്ട് എടുത്തോ, ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തന്നാൽ മതി. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കല്ലേ പിള്ളേരെ. 2 ടെലിഗ്രാം ചാനലുണ്ട്, KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ Adda247 കേരള സെൻട്രൽ എക്സാംസ്. ഈ 2 ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. നമുക്ക് നോട്ട്സ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് ഇതിൽ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുന്നതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വിസസും അതുപോലെ എല്ലാ അപ്ഡേറ്റ്സും ഇവിടെ കിട്ടും. അതുപോലെ ടെലിഗ്രാം ചാനൽ എപ്പോഴും നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, ഷെയർ ഇറ്റ് ടു മാക്സിമം, മറ്റുള്ള എല്ലാവരും എത്തിക്കുക. കോമന്റ് സെക്ഷനിൽ ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം, സജഷൻ ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ കണ്ടുകൊണ്ടിരുന്നിട്ട് ഇനി സബ്സ്ക്രൈബ് ചെയ്യുന്ന മടിക്കുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് പരിഗണിക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് പീപ്പിൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഉഷാറായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അതുപോലെ തന്നെ സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. ടാറ്റാ.